ക്ലാസ് തുടങ്ങിയാടാ? ഇല്ലടാ. ഞാനായിരുന്നു പ്രയർ. അതാണ്. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon. എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചോ? കഴിച്ചു ma'am. കഴിച്ചു. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? പ്രയർ പ്രയർ ഞാനാണ് മാം. ജോസ്ന. ജോസ്ന. ഓക്കെ. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ, എൻ കരളിൽ കുടിയിരിക്കണമേ, എന്റെ പാദമിടറാതിരിക്കുവാൻ എന്നുമെന്നിൽ ദയ ചൊരിയണമേ. പൂവിലൂറുന്ന പുഞ്ചിരി നീയല്ലോ, പുസ്തകം തരും ജ്ഞാനവും നീയല്ലോ, പുല്ലുമാടവും പൂമണി മേടയും തുല്യമായി തൊഴും ശക്തിയും നീയല്ലോ. നല്ല ചിന്തയായി എൻ്റെ മനസ്സിലും നല്ല ഭാഷയായി നാവിൻ്റെ തുമ്പിലും നല്ല ചെയ്തിയായി എൻ്റെ കരത്തിലും നന്മയാം നീ കടന്നിരിക്കണമേ. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ, എൻ കരളിൽ കുടിയിരിക്കണമേ, എന്റെ പാദമിടറാതിരിക്കുവാൻ എന്നുമെന്നിൽ ദയ ചൊരിയണമേ. താങ്ക് യു മാം. ഓക്കെ, വെരി ഗുഡ്. സൈനിങ്. ഗുഡ് ആഫ്റ്റർനൂൺ മാം. ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. മാതൃസ്നേഹത്തിന്റെ ആഴം അക്ഷരങ്ങളിൽ ആവിഷ്കരിച്ച ഇടശ്ശേരി ഗോവിന്ദൻ നായരെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. അദ്ദേഹത്തിന്റെ ഭൂതപ്പാട്ട് എന്ന് പറയുന്ന കവിതയുടെ കഥയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. പണ്ട് പണ്ട് ഒരു കുന്നിൻ ചെരുവില് പാറക്കൂട്ടങ്ങൾക്കിടയിൽ ഒരു ഭൂതം താമസിച്ചിരുന്നു. ആ ഭൂതത്തിന് പാറക്കൂട്ടങ്ങൾക്കിടയിൽ ഒരു കിളിവാതിലുണ്ട്. ആ വാതിലിലൂടെയാണ് എല്ലാരെയും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും, കണ്ണ് തുറിച്ച്. അതുവഴി പോകുന്നവർ എന്തെല്ലാമാണോ ചെയ്യുന്നത് എന്നൊക്കെ. അങ്ങനെ പൈക്കളെ നീക്കുന്ന കാലിച്ചെക്കന്മാർ അതുവഴി പോകുമ്പോൾ അവർ വിശ്രമിക്കും. അങ്ങനെ വിശ്രമിക്കുന്നതിനിടയിൽ പൈക്കളുടെ പാലുകളെല്ലാം കുടിച്ചു തീർക്കും. ഒരു മിനിറ്റ് മാം. സന്ധ്യാസമയമാകുമ്പോൾ ഈ ഭൂതത്തിന്റെ വേറൊരു വേല എന്താന്ന് വെച്ചാൽ, അതുവഴി ബന്ധുവീട്ടിൽ പോകുന്ന ആൾക്കാരുടെ കാഴ്ച മറയ്ക്കും. അതായത് അവരുടെ വഴിയെല്ലാം അതായത് മന്ത്രശക്തി ഉപയോഗിച്ച് കാഴ്ച മറച്ച് കുറെ ദൂരം അവർ വഴി തെറ്റിപ്പോകും. അങ്ങനെ പിന്നീടാണ് അവർക്ക് മനസ്സിലാവുന്നത് ഇതെല്ലാം ഭൂതത്തിന്റെ കളിയാണ്. അങ്ങനെ വെറ്റിലയും അടക്കയും കൊണ്ടുവച്ച് അവരുടെ ആ ബോധം, അതായത് അവരുടെ ഈ മന്ത്രശക്തിയുള്ള അത് തിരിച്ചു ലഭിക്കുകയും ഭൂതത്തിന് ഭയങ്കര സന്തോഷമാവുകയും ഈ വെറ്റിലയും പാക്കും എല്ലാം കൊണ്ട് മുറുക്കി അപ്പുറത്തെ കാട്ടിലേക്ക് തുപ്പുകയും അവിടുന്ന് ആ തെച്ചിപ്പൂവിനെല്ലാം ചുവന്ന നിറം കിട്ടിയത് അങ്ങനെയാണെന്നാണ് കവി ഈ കവിതയിലൂടെ പറയുന്നത്.
രാത്രി പാതിരാത്രി ആകുമ്പോൾ സ്ത്രീരൂപം അണിഞ്ഞ് നല്ല സുന്ദരിയായ സ്ത്രീയുടെ വേഷം ധരിച്ച് പാലച്ചൂട്ടിൽ പോയി നിൽക്കുകയും ചെക്കന്മാരെ എല്ലാം കാണി അവിടുന്ന് അവരെ ആകർഷിക്കുകയും അവരെ പിടിച്ചുകൊണ്ട് പോയിട്ട് അങ്ങ് പനയുടെ മുകളിൽ കൊണ്ടിടും. ചെക്കന്മാരുടെ വിചാരം എന്താണ്? അത് ഒരു 7 മല മാളികയാണെന്നാണ്. അങ്ങനെ ആ ചെക്കന്മാരുടെ ആ ബോധം എല്ലാം, അവരുടെ ആ ബോധം നശിക്കുമ്പോൾ അവരുടെ രക്തമൂറ്റി കുടിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതായിരുന്നു ഈ ഭൂതത്തിന്റെ വേല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്താണ്, ആറ്റിൻ വക്കത്തെ, അതായത് അപ്പുറത്തെ ആറ്റിൻ വക്കത്തെ മാളിക വീട്ടില് നങ്ങേലി എന്ന് പറയുന്ന അമ്മയ്ക്ക് ഒരു ഉണ്ണി പിറക്കുന്നത്. ആ ഉണ്ണി എന്ന് പറഞ്ഞ് കാത്തിരുന്ന് കിട്ടുന്നതാണ്. അതായത് ഒത്തിരി ആഗ്രഹിച്ച് ഒത്തിരി കാറ്റ് നോറ്റ് കിട്ടിയ ഉണ്ണിയാണ്. എങ്ങനെയാണ്? കുറച്ച് കവിതയുടെ വരികൾ പറയാം. ആറ്റിൻ വക്കത്തെ മാളിക വീട്ടിലെന്നാറ്റു നോറ്റിട്ടൊരുണ്ണി പിറന്നു, ഉണ്ണിക്കരയിലെ കിങ്ങിണി പൊന്നു കൊണ്ടുണ്ണിക്കു കാതിൽ കുടക്കടുക്കൻ, പാപ്പ കൊടുക്കുന്നു പാല് കൊടുക്കുന്നു പാവ കൊടുക്കുന്നു നങ്ങേലി, കാച്ചിയ മോരൊഴിച്ചൊപ്പി വടിച്ചിട്ട് കാക്കയെ പൂച്ചയെ പാട്ടുകൾ പാടിയിട്ട് മാനത്തമ്പിളി മാമനെ കാട്ടിട്ട് മാമു കൊടുക്കുന്നു നങ്ങേലി, താഴെ വെച്ചാലും റുമ്പരിച്ചാലും തലയിൽ വെച്ചാൽ പേനരിച്ചാലും തങ്കക്കൂടത്തിലെ താനൂലം പാടിട്ട് തങ്കക്കട്ടിലിൽ പട്ടു വിരിച്ചിട്ടു തനുതാനെ പൂന്തൂട തട്ടി ഉറക്കിട്ട് ചാഞ്ഞുമായി നങ്ങേലി, ചാഞ്ഞുമായി നങ്ങേലി. ഈ വരികൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ ആറ്റുനോറ്റ് ഉണ്ണിയെ എങ്ങനെയാണ് നങ്ങേലി എന്ന അമ്മ എങ്ങനെയാണ് വളർത്തിക്കൊണ്ട് വന്നതെന്ന്. അങ്ങനെ എല്ലാം താഴെ വെച്ചാൽ ഉറുമ്പരിക്കുമെന്നും തലയിൽ വെച്ചാൽ പേനരിക്കാലോ എന്ന് വിചാരിച്ച് അത്രയും കാര്യമായിട്ട് വളർത്തിക്കൊണ്ട് വന്ന ഉണ്ണിക്ക് 7 വയസ്സായി. 7 വയസ്സാവുമ്പോൾ ഉണ്ണിയെ എന്ത് ചെയ്യണം? സ്കൂളിൽ വിടണം അല്ലേ പഠിക്കാൻ. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ പോകുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ചെയ്തു കൊടുക്കുന്നത് അല്ലെ? അവരെ കുളിപ്പിക്കും, ഉടുപ്പിടിക്കും, ഫുഡ് വാരി കൊടുക്കും. അങ്ങനെ നങ്ങേലി ഭയങ്കര സന്തോഷത്തോടെ തന്റെ ഉണ്ണിയെ കുളിപ്പിച്ച് ഫുഡെല്ലാം കൊടുത്ത്, അതായത് ആഹാരമൊക്കെ കൊടുത്ത് ഒരു ഒറ്റമുണ്ട് ഉടുപ്പിച്ചു. ആ ഉണ്ണിക്കുടവേറ് നിറയെ ഇങ്ങനെ ഒത്തിരി കിട്ടി ഒരു ഒറ്റമുണ്ടും ഒക്കെ ഉടുപ്പിച്ചിട്ട് നങ്ങേലി കൂടെ ഇന്നത്തെ സ്കൂളിലെ കുട്ടികൾ പോകുമ്പോൾ എന്താണ് നമ്മൾ കൊടുത്തു വിടുന്നത്? ബുക്ക്, പെൻസില്, അങ്ങനെയൊക്കെ കാര്യങ്ങളാണ്. അന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ എഴുത്തോലയും എഴുത്താണിയാണ് കൊടുത്തു വിടുന്നത്. അങ്ങനെ അതെല്ലാം ആക്കിയിട്ട് ഉണ്ണിയെ സ്കൂളിൽ പറഞ്ഞു വിട്ടു. പാടത്തൂടെയൊക്കെ ഉണ്ണി ഇങ്ങനെ സ്കൂളിലോട്ട് പോകുന്നത് മറയുന്നതും വരെ, കണ്ണിൽ നിന്ന് മറയുന്നതും വരെ നങ്ങേലി നോക്കി നിൽക്കും. നമ്മളും അങ്ങനെയാണല്ലേ, കുഞ്ഞുങ്ങളെ വിടുമ്പോ നമ്മളും പുറത്തിറങ്ങി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ടാറ്റയൊക്കെ പറഞ്ഞ് അവരെയൊക്കെ പറഞ്ഞു വിടും. അതൊക്കെയാണ് നമ്മളും ചെയ്യാറുള്ളത്. അതുപോലെയാണ് നങ്ങേലി. അങ്ങനെ കുന്നിൻ ചെരുവിലൂടെ നടന്നു പോകുന്ന ഉണ്ണിയെ കണ്ടു. അപ്പൊ ഉണ്ണി ഇങ്ങനെ കളിച്ച് വിളിച്ചൊക്കെ ഇങ്ങനെ സ്കൂളിൽ പോകുന്ന സമയത്ത് നമ്മുടെ ആ പാറക്കെട്ടിന്റെ വാതിലൂടെ നമ്മുടെ ഭൂതം നമ്മുടെ ഉണ്ണിയെ കാണുകയാണ്. എങ്ങനെയാണ്? ഭൂതം നോക്കുമ്പോ എന്താണ്, നല്ല മിടുക്കനായ നല്ല തങ്കക്കുടം പോലുള്ള ഒരു ഉണ്ണി അതുവഴി നടന്നു വരുന്നു. ഭൂതത്തിന് ആ ഉണ്ണിയെ കണ്ടപ്പോ ഭയങ്കര ആഗ്രഹം, തനിക്ക് ആ ഉണ്ണിയെ കിട്ടണം, തനിക്ക് ആ ഉണ്ണിയെ വേണം. അപ്പൊ ആഗ്രഹിക്കുന്നത് എന്തും നേടണം അല്ലേ? അങ്ങനെയാണല്ലോ, നമ്മൾ എന്ത് ആഗ്രഹിച്ചാലും നമുക്ക് നേടണം. അങ്ങനെ ഭൂതവും ആ ഉണ്ണിയെ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ആഗ്രഹിച്ചിരിക്കുന്ന സമയത്ത് അതിന് നോക്കിയപ്പോ എഴുത്താണി കയ്യിലിരിക്കുന്നു. അപ്പൊ ഭൂതത്തിന് അടുത്ത് ചെല്ലാൻ പറ്റത്തില്ല. ഈ ഇരുമ്പ് പോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഭൂതം അങ്ങനെയുള്ളവരൊന്നും അടുത്ത് വരില്ലല്ലോ. അപ്പൊ ഈ എഴുത്താണി കയ്യിലിരിക്കുന്നതുകൊണ്ട് കുഞ്ഞിനെ എങ്ങനെ എടുക്കും? തൊടാൻ പറ്റില്ലല്ലോ. അപ്പൊ ഭൂതത്തിന് ഒരു ഭയം തോന്നി. ഭൂതം എന്ത് ചെയ്തു? ഒരു കുഞ്ഞു പെൺകുട്ടിയുടെ ധരിച്ചുകൊണ്ട് ഉണ്ണിയുടെ അടുത്ത് ചെല്ലുകയാണ്. എന്നിട്ട് ഉണ്ണിയടുത്ത് പറയും, ഇന്ന് നീ സ്കൂളിൽ പോകണ്ട, വാ നമുക്ക് കളിക്കാം. അപ്പൊ ഉണ്ണി പറയും, ഇല്ല എന്റെ ഗുരുനാഥൻ വഴക്ക് പറയും, ഞാൻ പോവുകയാണ്. ഇല്ല, വാ. എങ്ങനെയാണ്? എന്തൊക്കെയാണ് പറയുന്നത്? അതിനെ പ്രലോഭിപ്പിക്കും. നമ്മൾ പറയില്ലേ, മിഠായി വാങ്ങിച്ചു തരാം, ഐസ്ക്രീം വാങ്ങിച്ചു തരാം, ബലൂൺ വാങ്ങിച്ചു തരാം എന്നൊക്കെ പറയില്ലേ കുഞ്ഞുങ്ങളുടെ അടുത്ത്? വാ, എന്റെ കൂടെ വാ. അതേപോലെ ഭൂതം പറയാണ്, തളിരിലയില് മുല്ലപ്പൂ കൊണ്ട് നിനക്ക് അക്ഷരങ്ങൾ എഴുതിത്തരാം, പൂക്കൾ കൊണ്ട് മാല കെട്ടിത്തരാം. ഇതൊക്കെ കേൾക്കും. കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ഉണ്ണിക്ക് ഭൂതത്തിന്റെ കൂടെ അതായത് ഭൂതമാണെന്ന് അറിയില്ലല്ലോ, ആ കുട്ടിയുടെ കൂടെ കളിക്കാൻ പോവാൻ അങ്ങ് ഭയങ്കര അതിയായ ആഗ്രഹം തോന്നും. അങ്ങനെ ഇരിക്കെ
ഭൂതം എന്താണ്, ഇവൻ അതാ ആ എഴുത്തോലയും എഴുത്താനെയും എടുത്ത് എറിയാണ്, അപ്പുറത്തെ പൊന്തക്കാട്ടിലേക്ക് എറിയും. അങ്ങനെ ഉണ്ണിയും കൊണ്ട് ഭൂതം പോകും. അങ്ങനെ ഉണ്ണിയും കൊണ്ട് ഭൂതം പോയി ഒരു മരച്ചുവട്ടിലിരുന്ന് കളിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ കുറെ താമസിച്ചു, കുഞ്ഞിനെ കാണുന്നില്ല. നങ്ങേലിക്ക് ആകെ വെപ്രാളമായി. നങ്ങേലി അവിടെ എല്ലാം പരതുവാണ്, എന്റെ ഉണ്ണി എവിടെ, എന്റെ ഉണ്ണി, ഉണ്ണിയെ കാണുന്നില്ല. ആ നമ്മുടെ വയലിലൂടെ എല്ലാം ഓടി. ഇതെല്ലാം നമ്മുടെ ഭൂതം കേൾക്കുന്നുണ്ട്. ഉണ്ണി 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 എന്ന് വിളിച്ചത് നങ്ങേലി ഓടി നടക്കുന്നത് ഭൂതം കേൾക്കാണ്. അങ്ങനെ ഇരിക്കെ നോക്കുമ്പോ മരച്ചൂട്ടിലിരുന്ന് കളിക്കുന്ന ഭൂതത്തോടൊപ്പം കളിക്കുന്ന ഉണ്ണിയെ കാണാണ്. അപ്പൊ നങ്ങേലി ചെല്ലും, അവിടെ അടുത്ത് ചെല്ലും. അപ്പൊ ഭൂതത്തിന് മനസ്സിലാവും ഉണ്ണിയെ കൊണ്ടുപോകാനാണ് വരുന്നതെന്ന്. അങ്ങനെ പെട്ടെന്ന് ഭൂതം എന്ത് ചെയ്യുമെന്ന് അറിയാമോ? ചുഴലിക്കാറ്റായിട്ടും കാട്ടുതീയായിട്ടും ഒക്കെ നങ്ങേലിയെ പേടിപ്പിച്ച് ഓടിക്കാൻ നോക്കും, ഉണ്ണിയെ കൊടുക്കാതിരിക്കാൻ. പക്ഷെ ആ കാട്ടുതീ നങ്ങേലിയുടെ കണ്ണുനീര് കൊണ്ട് തന്നെ ആ കാട്ടുതീ അണഞ്ഞു പോവുകയാണ്. അത്രയ്ക്ക് ശക്തിയാണ് അല്ലെ മാതൃസ്നേഹം, അതായത് അമ്മ എന്ന് പറയുന്നത് ഒരു ശക്തി തന്നെയാണ്. അങ്ങനെ ഇരിക്കെ എന്താണ്, നങ്ങേലി പേടിച്ച് ഓടിക്കാൻ നോക്കിയിട്ട് ഒന്നും നങ്ങേലി പോത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അടുത്ത ഒരു പണി നോക്കുന്നത്. നരിയായിട്ടും പുലിയായിട്ടും ഒക്കെ ചെല്ലും, അങ്ങനെയും പോത്തില്ല. നങ്ങേലി ഉറച്ച് അവിടെ തന്നെ നിൽക്കാണ്. എനിക്ക് എന്റെ ഉണ്ണിയെ വേണം, ഞാൻ എന്റെ ഉണ്ണിയും കൊണ്ടേ പോകൂ എന്ന ഭൂതത്തോടെ ഉറപ്പിച്ച് പറയുകയാണ്. അപ്പൊ ഭൂതം എന്ത് ചെയ്യും? ഒന്ന് പ്രലോഭിപ്പിക്കാൻ നോക്കും. കാരണം ഈ നമുക്ക് കൂടുതൽ ഈ ധനങ്ങള് അല്ലെങ്കിൽ നമ്മൾ സ്വർണങ്ങള് പവിഴങ്ങളൊക്കെ കിട്ടുമ്പോൾ നമുക്ക് ഒരിത് വരും അല്ലെ. അങ്ങനെ പാറക്കെട്ടുകൾക്കിടയിൽ നിന്നും എടുത്തുകൊണ്ട് വരും കുറെ പവിഴങ്ങളൊക്കെ. എന്നിട്ട് പറയും, ഇത് കൊണ്ടുപോയിക്കോ, നിന്റെ ഉണ്ണിയെ ഞാൻ തരില്ല എന്ന ഭൂതം പറയുമ്പോൾ തന്റെ 2 കണ്ണും ചുഴുന്ന് എന്താണ് ഭൂതത്തിന്റെ മുന്നിൽ സമർപ്പിച്ചിട്ട് പറയും, ഇതിനെക്കാട്ടി വലുതാണ് എന്റെ ഉണ്ണി, എനിക്ക് എന്റെ ഉണ്ണിയെ കിട്ടിയേ പറ്റൂ, ഞാൻ എന്റെ ഉണ്ണിയും കൊണ്ടേ ഞാൻ ഇവിടുന്ന് പോകത്തുള്ളൂ. ഇതൊന്നും നടക്കാത്തപ്പോ ഭൂതം അടുത്ത ഒരു ഇത് വിചാരിക്കുകയാണ്, കാഴ്ചയില്ലാതായി അല്ലേ, അമ്മയ്ക്ക് കാഴ്ചയില്ലാതായി, അപ്പൊ പിന്നെ എന്തും വേണമെങ്കിലും നമുക്ക് പറ്റിച്ചെടുക്കാം. അങ്ങനെ എന്ത് ചെയ്യും? ഒരു തെച്ചിക്കാട്ടിൽ നിന്ന് ഒരു തെച്ചിക്കോൽ എടുത്തിട്ട് ഭൂതം എന്ത് ചെയ്യും? ഒരു ഉണ്ണിയെ സൃഷ്ടിക്കുകയാണ്. ആ ഉണ്ണിയെ എടുത്തിട്ട് കൊടുത്തിട്ട് പറയും, ഇതാണ്ട് നങ്ങേലി നിന്റെ ഉണ്ണി, നീ കൊണ്ടുപോയിക്കോളൂ. അപ്പോഴത്തേക്ക് അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാവും. അമ്മ ഓടിച്ചെന്ന് ഉണ്ണിയെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കും, മുഖത്തൊക്കെ ഇങ്ങനെ തടവും. അപ്പോഴത്തേക്ക് മനസ്സിലാവും എന്താണ് ഇത്, തന്റെ ഉണ്ണിയല്ല, ഭൂതം തന്നെ പറ്റിച്ചു അല്ലെ, പെറ്റ വയറിനെ പറ്റിക്കുന്നോടാ പൊട്ടഭൂതമേ എന്ന് ചോദിച്ചുകൊണ്ട് നങ്ങേലി ചാടി എഴുന്നേറ്റ് ഭൂതത്തെ ശപിക്കാനായി കൈ ഉയർത്തും. അപ്പോഴത്തേക്ക് ഭൂതം അങ്ങ് പേടിച്ചു പോകും. ഇത്രയൊക്കെ ചെയ്തിട്ടും അമ്മയുടെ ശക്തിയാണ്, ഇത്രയൊക്കെ ചെയ്തിട്ടും തനിക്ക് ശാപം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ തീർന്നില്ലേ. അപ്പോഴത്തേക്ക് ഭൂതം പറയും, തന്റെ ഉണ്ണിയെ നീ കൊണ്ടുപോയിക്കോളൂ, ഉണ്ണി അമ്മയ്ക്ക് കൊടുക്കുകയാണ്, തിരിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഉണ്ണിയും കൊണ്ട് പോകുന്ന അമ്മയെ കാണുമ്പോൾ ഭൂതത്തിന് ഭയങ്കര സങ്കടമാവും. കാരണം എന്താന്ന് വെച്ചാൽ ഭൂതം കൊണ്ടുപോയത് എന്തിനാണ്? ഉണ്ണിയെ കൊല്ലാനോ ഒന്നുമല്ല, അല്ല ഉപദ്രവിക്കാനൊന്നുമല്ല, കളിക്കുകയായിരുന്നു. അവര് ഒരുമിച്ച് കളിക്കുകയായിരുന്നു. അങ്ങനെ ഓടിച്ചെന്ന് ഉണ്ണിയെ കെട്ടിപ്പിടിച്ച് ഭൂതം കരയുമ്പോൾ നങ്ങേലിക്ക് ഭയങ്കര വിഷമാവും. നങ്ങേലി എന്ത് പറയുമെന്ന് അറിയാമോ? ഒരു കാര്യം ചെയ്യുന്നേ, ഇത്രയ്ക്കും വിഷമിക്കുന്നത് കൊണ്ട് വർഷത്തില് കൊയ്ത്ത് കഴിയുമ്പോൾ നീ എന്റെ ഉണ്ണിയെ കാണാൻ വന്നോളൂ, ഞാൻ നിന്റെ ഉണ്ണിയെ കാണിച്ചു തരാം. അങ്ങനെ അങ്ങ് ഭൂതം സമാധാനിച്ച് സന്തോഷത്തോടെ മറയുകയാണ് ചെയ്യുന്നത്. പക്ഷെ അമ്മ ഒരു കാര്യം പറഞ്ഞു കൊടുത്തില്ല ഭൂതത്തിന്. എന്താണ്? വീട് എവിടെയാണോ താമസിക്കുന്നത്, അത് അമ്മമാരുടേതാണല്ലേ. നമ്മുടെ കുഞ്ഞുങ്ങളെ എപ്പോഴും നമ്മള് സംരക്ഷിക്കാനേ നോക്കത്തുള്ളൂ. പിന്നെയും നമ്മൾ വീടൊക്കെ പറഞ്ഞു കൊടുത്താൽ ഭൂതം വന്ന് അതിനെ എടുത്തുകൊണ്ട് പോയാലോ, വീണ്ടും ആ ഉണ്ണിയെ കൊണ്ടുപോയാലോ, നമ്മൾ അങ്ങനെയാണ്. അപ്പോ ഇപ്പോഴും കേരളത്തിലെ ചില ഇടങ്ങളില് ചില ഭാഗങ്ങളില് ഇപ്പോഴും കൊയ്ത്ത് കഴിയുന്ന സമയത്ത് ഭൂതം വരാറുണ്ട്. ഉണ്ണിയുണ്ടോ എന്ന് ചോദിച്ച് കേട്ടിട്ടുണ്ടാവും. ഉണ്ണിയുണ്ടോ എന്ന് ചോദിച്ച് ഓരോ വീടുകളിലും കയറി ഇറങ്ങും ഭൂതം. അങ്ങനെ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണോ മനസ്സിലായത്? മാതൃസ്നേഹത്തെ കുറിച്ചാണ് അല്ലെ, മാതാവിന്റെ ശക്തിയെ കുറിച്ചാണ് മനസ്സിലായത്. അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത്, നമ്മുടെ കുഞ്ഞിനെ, അതായത് നമ്മുടെ കുഞ്ഞുങ്ങളായാലും നമ്മുടെ കുഞ്ഞിനെ ആയാലും നമ്മളാണ്, നമ്മുടെ അമ്മമാരെ എന്ത് ത്യാഗം സഹിച്ചായിരിക്കും നമ്മളെ വളർത്തിക്കൊണ്ട് വന്നത്. അതുപോലെയാണ് നമ്മളിപ്പോ നമ്മുടെ കുഞ്ഞുങ്ങളെയും വളർത്തുന്നത് അല്ലെ. അതുപോലെ ആ ഒരിത് നമ്മുടെ കുഞ്ഞുങ്ങളിൽ എപ്പോഴും പറഞ്ഞു കൊടുക്കുക. ഇന്നത്തെ സാഹചര്യത്തിൽ ഇന്നത്തെ തലമുറയ്ക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുന്നത് മാതൃസ്നേഹവും, അതായത് രക്ഷകർത്താക്കളോടുള്ള സ്നേഹക്കുറവാണ്. അതുകൊണ്ടാണ് പല അനർത്ഥങ്ങളും നമ്മുടെ ഈ ലോകത്ത് തന്നെ നടക്കുന്നത്, അതായത് നമ്മുടെ ഈ കുഞ്ഞു കേരളത്തിൽ നടക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പഠിപ്പിക്കുന്ന കുഞ്ഞുങ്ങൾക്കായാലും നമ്മുടെ കുഞ്ഞുങ്ങൾക്കായാലും നമ്മളുടെ സ്നേഹത്തോടെ വളർത്തി അവര് അതായത് നമ്മൾ അവർക്ക് വേണ്ടി എന്തെല്ലാം സഹിക്കുന്നുണ്ടോ, നാളെ അവരും നമുക്ക് വേണ്ടി അത് തയ്യാറാവണം. അങ്ങനെ ആവുമ്പോൾ ഇന്നത്തെ പോലത്തെ വൃദ്ധസദനങ്ങളോ അല്ലെങ്കിൽ കെയർ ടേക്കർമാരോ അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ല. നമ്മളും അവർക്ക് വേണ്ടി കുറച്ച് സമയം കരുതി വെക്കണം. നമുക്ക് വേണ്ടി എന്തെല്ലാം ത്യാഗം ചെയ്യുന്നു, അതാണ് ഞാൻ ഇതിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, സൈനിങ് ബൈ ഗോപിക എസ് നായർ.
നല്ലൊരു സൈനിങ് ആയിരുന്നു കേട്ടോ. ഓക്കെ ഗോപിക. താങ്ക് യു മാം. ഓക്കെ ഓക്കെ. തോട്ടാരാണ്? തോട്ട് ഓഫ് ദി ഡേ ജസ്റ്റിനെയാണ് മാം. വിജയിക്കാൻ നിങ്ങൾ എടുത്തിട്ടുള്ള തീരുമാനത്തിന് കരുത്തുണ്ടെങ്കിൽ പരാജയം ഒരിക്കലും നിങ്ങളെ പിന്തള്ളുകയില്ല. ഡോക്ടർ APJ അബ്ദുൽ കലാം. താങ്ക് യു. ആക്ഷൻ സോങ് എന്തെങ്കിലും ഉണ്ടോ? മിസ് ആക്ഷൻ സോങ് ചെയ്യാവേ. രശ്ന, എന്താ പേര്? രശ്ന രാജല്ലോ, രേഷ്ണ രാജല്ലേ? അതെ. One, two, three, four, five. Once I caught a fish alive. 6, 7, 8, 9, 10. But I let it go away. Why did you let it go? Because it bit my finger so. Which finger did it bite? My little finger on the right. Thank you, Miss. ഓക്കെ ഓക്കെ ഓക്കെ, നന്നായിരുന്നു കേട്ടോ. Okay, Miss. Thank you. സ്റ്റോറിയോ എന്തെങ്കിലും ഉണ്ടോ? സ്റ്റോറി ഉണ്ടോ പറയാനായിട്ട്? സ്റ്റോറി പറയാം, പാട്ട് പാടാം. നമ്പർ വീലും പിക്ചർ വീലും കാണിച്ചില്ല. ആരായിരുന്നു? ആരാണ്? താജുന്നിസ. താജുന്നിസ. ഓക്കെ ഓക്കെ. താജ്. പിക്ചർ വീൽ അല്ലേ? പിക്ചർ വീല് നന്നായിട്ടുണ്ട് കേട്ടോ. നമ്പർ വീല് ഇതിലറിയാതെ നെയിംസ് എഴുതി പോയിട്ടോ, നമ്പർ എഴുതാ. ഓക്കെ ഓക്കെ ഓക്കെ. നമ്പർ വീല് നന്നായിട്ടുണ്ട് കേട്ടോ. താങ്ക് യു. മാം പിക്ചർ വീൽ ഞാനും ചെയ്തിട്ടുണ്ട്. ചെയ്തിട്ടുണ്ട്. കാണിക്കട്ടെ? കാണിച്ചോളൂ. ഹസ്ന, ഹസ്ന അല്ലേ? ഹസ്ന. യെസ് മാം. ഓക്കെ. കാണാൻ പറ്റുന്നില്ലല്ലോ. കാണിച്ചോളൂ. ബാക്ക് ക്യാമറ ഓൺ ചെയ്ത് കാണിച്ചോളൂ കേട്ടോ. പറയുന്ന കേൾക്കുന്നില്ല. ക്യാമറ ടേൺ ആവണില്ല. എങ്ങനെ ചെയ്യാം? കുഴപ്പമില്ല. ഇങ്ങനെ കാണിച്ച കുഴപ്പമുണ്ടോ? ക്യാമറ സൈഡ് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. ഓക്കെ. കാണിച്ചോളൂ, പ്രശ്നമില്ല. ഓക്കെ, അത് പിക്ചർ വീലാണ് അല്ലേ? 1/2 കിലോന്റെ ട്രേ കിട്ടിയില്ല, അപ്പൊ നമ്പർ വീൽ ചെയ്യാൻ പറ്റിയില്ല. ഓക്കെ. ഇന്ന് രാവിലെ ഇരുന്ന് ചെയ്തതാ. അതെ അല്ലേ? ഓക്കെ. നമ്പർ വീൽ ചെയ്തിട്ട് കാണിച്ചാൽ മതി കേട്ടോ. ഓക്കെ മാം. ഓക്കെ, അപ്പൊ ഇനി എന്തെങ്കിലും കലാപരിപാടികൾ ഉണ്ടെങ്കിൽ അവതരിപ്പിക്കാവുന്നതാണ്. ഉണ്ടോ? ആക്ഷൻ സോങ് കാണിക്കട്ടെ. കാണിച്ചു.
മുട്ടോളം കീറിയല്ലോ ചോണനുറുമ്പ് തട്ടിയിട്ടും മുട്ടിയിട്ടും കോണിലുറുമ്പ് അരയോളം കീറിയല്ലോ ചോണനുറുമ്പ് മുട്ടിയിട്ടും തട്ടിയിട്ടും കോണിലുറുമ്പ് കഴുത്തോളം കീറിയല്ലോ ചോണനുറുമ്പ് തട്ടിയിട്ടും കോണിലുറുമ്പ് തലയോളം കീറിയല്ലോ ചോണനുറുമ്പ് മുട്ടിയിട്ടും തട്ടിയിട്ടും കോണിലുറുമ്പ് മുട്ടിയിട്ടും തട്ടിയിട്ടും കോണിലുറുമ്പ് മുട്ടിയിട്ടും തട്ടിയിട്ടും കോണിലുറുമ്പ്. Okay, very good. മിസ് മോൾക്ക് പഠിപ്പിക്കുന്ന ഒരു ലൈറ്റ് മ്യൂസിക് ഉണ്ട്. അമ്പിളി അമ്മാവന്റെ പാട്ടാണ്. പാടണമെങ്കിൽ പാടാം. Okay, okay. പാടിക്കോളൂ, ജയശ്രീ. ഓക്കെ മിസ്. മാനത്തുണ്ടൊരു വെള്ളി താരം, താലത്തിനൊരു പേരുണ്ട്. പേര് ചൊല്ലിയ നിങ്ങൾ ചിരിക്കും, അമ്പിളിയമ്മാവൻ, നല്ലോരമ്പിളിയമ്മാവൻ. മാനത്തുണ്ടൊരു വെള്ളിത്താലം, താലത്തിനൊരു പേരുണ്ട്. പേര് ചൊല്ലിയ നിങ്ങൾ ചിരിക്കും, അമ്പിളിയമ്മാവൻ, നല്ലോരമ്പിളിയമ്മാവൻ. അമ്പിളിയമ്മാവൻ, നല്ലോരമ്പിളിയമ്മാവൻ. അന്തി നേരത്ത് മനത്ത് പൊങ്ങും, നേരം വെളുക്കുമ്പോ കാണൂല. അന്തി നേരത്ത് മനത്ത് പൊങ്ങും, നേരം വെളുക്കുമ്പോ കാണൂല. പിന്നിലെ താരങ്ങൾക്കിടയിലൂടെ ഓടിയൊളിക്കുന്നൊരമ്മാവൻ, ഓടിയൊളിക്കുന്നൊരമ്മാവൻ. പിന്നിലെ താരങ്ങൾക്കിടയിലൂടെ ഓടിയൊളിക്കുന്നൊരമ്മാവൻ, ഓടിയൊളിക്കുന്നൊരമ്മാവൻ. താങ്ക് യു മിസ്. വെരി ഗുഡ്, നന്നായിരുന്നു കേട്ടോ. ഓക്കെ മിസ്, താങ്ക് യു. ഞാനൊരു പാട്ട് പാടട്ടെ മാം. കേൾക്കാമോ മാം? കേൾക്കാം. എന്ത് പറഞ്ഞാലും നീ എൻ്റെ വെളിവാതെ, ഒന്ന് പിണങ്ങാതെ ഒന്ന് കൂടെ പറയേ. മാനത്തെ കോട്ട് നമ്മെ ഉറങ്ങി, താരാട്ടും പാട്ട് മണിത്തത്തെ ഉറങ്ങി. പിന്നെയും നെഞ്ചിൽ ചാരും ചിന്നിന്റെ മുട്ടിയില. എന്ത് പറഞ്ഞാലും നീ എൻ്റെ വെളിവാതെ, ഒന്ന് പിണങ്ങാതെ ഒന്ന് കൂടെ പറയേ. ഇന്നും വെയിലോളം വന്നു കണ്ണിൽ തൊട്ടാലും നിന്നെ കണി കണ്ടേ മണിമത്തേ മത്തിനാ. ഇന്നും വെയിലോളം വന്നു കണ്ണിൽ തൊട്ടാലും നിന്നെ കണി കണ്ടേ മണിമത്തേ മത്തിനാ. തുമ്പ കൊണ്ട് താടി തുമ്പ കൊണ്ട് കണ്ണെഴുത്തി കണ്ണാടി തുമ്പ കൊണ്ട് താടി തുമ്പ കൊണ്ട് കണ്ണെഴുത്തി കണ്ണാടി. നീച്ചെടുത്തും കൊതിച്ചു വന്നൊരു കൈമണിക്കാറ്റേ, ഇല നെഞ്ചിലെ തപ്പിലെ താരാട്ട് പാട്ട്. എന്ത് പറഞ്ഞാലും നീ എൻ്റെ വാവേ, ഒന്ന് പിണങ്ങാതെ ഒന്ന് കൂടെ പോവേ. താങ്ക് യു മാം. ഓക്കെ, വെരി ഗുഡ്, നൈസ് ആയിരുന്നു കേട്ടോ. താങ്ക് യു മാം. ഞാനൊരു പാടിക്കോട്ടെ. പകലൊളി മായുമ്പോ ഇരുളല മൂടുമ്പോ ഇരുളു വീഴും വഴിയിൽ നീ തനിയെ പോകുമ്പോ വിങ്ങുമീ രാത്രി തൻ നൊമ്പരം മാറ്റുവാ അങ്ങകലെ നിന്നുമെന്നും നീ
കനവായി മിഴികൾ കഴുകാം ഞാൻ. ഉറങ്ങൂ നീ ഉറങ്ങൂ. താങ്ക് യു മിസ്. നന്നായിരുന്നു. പാട്ട് പഠിക്കുന്നുണ്ടോ? പാട്ട് പഠിച്ചിട്ടുണ്ടോ? ഞാനൊരു 6-7 വർഷത്തോളം പഠിച്ചിട്ടുണ്ട് മിസ്. പഠിച്ചിട്ടുണ്ട് അല്ലേ? ഓക്കെ. ആ, നന്നായിരുന്നു. ഞാൻ പഠിച്ചില്ല, ഞാൻ പഠിക്കാണ്ട് അങ്ങനെ പാടി പഠിച്ചില്ല. നന്നായിരുന്നു. ബിന്ദുജയുടെ നന്നായിരുന്നു കേട്ടോ. താങ്ക് യു മാം. ഓക്കെ. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ചാപ്റ്ററിലോട്ട് പോവാം അല്ലേ? മാം നെക്സ്റ്റ് ടോപ്പിക് ആണോ? നെക്സ്റ്റ് ടോപ്പിക് ആണ് സേഫ്റ്റി അല്ലേ നമ്മൾ പറഞ്ഞത്? അതെ മാം. നെക്സ്റ്റ് ഫുഡ് ആൻഡ് ന്യൂട്രീഷണൽ നീഡ്സ് ആണ് കേട്ടോ അടുത്തത് പറയാനുള്ളത്. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ എല്ലാവരും അതൊന്ന് മൈൻഡിൽ ഒന്ന് റീഡ് ചെയ്യാം. അതിനുശേഷം ഞാൻ പറയുന്ന ആളതൊന്ന് വായിച്ചിട്ട് അറിയാവുന്ന രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ദെൻ ബാക്കിയുള്ളവര് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യമാണ് ആദ്യം ചെയ്യേണ്ടത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എല്ലാവരും മൈൻഡിൽ റീഡ് ചെയ്യുക. രണ്ടാമത്തെ സ്റ്റെപ്പ് ഞാൻ പറയുന്ന ആളിത് വായിക്കുക, അതൊന്ന് അറിയാവുന്ന രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുക. മൂന്നാമത്തേത് ഇതുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. ഓക്കെ ഓക്കെ, അപ്പൊ സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ, വായിച്ചു തുടങ്ങിക്കോളൂ. റീഡ് ചെയ്ത് കഴിയുമ്പോൾ തമ്പ് ചെയ്യാം കേട്ടോ. മാം ഞാൻ വായിക്കട്ടെ? ആരാണ്? ഹസ്ന. ഹസ്ന. ഓക്കെ. Just like a 0 to 3 age group, the 3 to 6 years old also have their own nutritional needs. A nourished child has normal weight for height and age, is alert, active, happy and curious. He sleeps well at night, is not irritable, has a good attention span and has good hunger and normal bowel movements. His or her eyes are clear and bright, hair normal and lustrous, teeth
white and clean, skin smooth, slightly moist and glowing, gums firm and pink, posture erect. Nutritional needs become important for healthy development of the body and mind. Deficiency, excess, or inequality of nutrients can not only create mild disorders but can even physically disable or kill a person. കേട്ടില്ലേ ടീച്ചർ? കേട്ടു എക്സ്പ്ലെയിൻ ചെയ്യാമോ? എക്സ്പ്ലെയിൻ ചെയ്യാമോ ഹസ്ന? 0 to 3 ഏജ് ഗ്രൂപ്പിലുള്ള ചിൽഡ്രൻസിന് ആവശ്യമുള്ള ന്യൂട്രിയൻസ് 3 to 6 ഇയേഴ്സിലും കൊടുക്കണം. നമുക്ക് ഒരു ന്യൂട്രീഷ്ഡ് ചൈൽഡിനെ നോർമൽ വെയിറ്റും ഹൈറ്റിന്റെ ഏജിനനുസരിച്ചിട്ടുണ്ടാവുള്ളൂ. അവർ അലേർട്ട് ആവും, ആക്റ്റീവ് ആവും, ഹാപ്പി ആവും, ക്യൂരിയസ് ആവും. അവർ രാത്രി നല്ല സമാധാനത്തോടെ ഉറങ്ങും. അവർ ഇറിറ്റേഷൻസും ഒന്നും കാണിക്കില്ല. നല്ല വിശപ്പുണ്ടാവും. പിന്നെ ബവൽ മൂവ്മെന്റ്സ് വെരി ഇമ്പോർട്ടന്റ് ആണല്ലോ. അവർക്ക് അവരുടെ ഐസ് ക്ലിയർ ആയിരിക്കും, ബ്രൈറ്റ് ആയിരിക്കും, ഹെയർ നോർമൽ ആവും, ലെസ്റ്റർ സോഫ്റ്റ് ഹെയർ ആയിരിക്കും, ടീത്ത് വൈറ്റും ക്ലീൻ ആയിരിക്കും. നമ്മളെ ന്യൂട്രീഷൻസ് നമ്മളെ ഈച്ച് സെൽ നമ്മളെ ശരീരത്തിലെ ഓരോ സെൽസും ഇംപ്രൂവ് ആക്കും. ഇതൊക്കെ നമ്മളെ ന്യൂട്രീഷൻ നീഡ്സിന് ആയിട്ട് ഉണ്ടാവുമ്പോ നമ്മളെ മൈൻഡും ഇതിലൊക്കെ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ ഒന്നല്ലെങ്കിൽ കുറയും അല്ലെങ്കിൽ കൂടുതലുണ്ടാവും. രണ്ടും ഒരു പ്രോബ്ലം ആണ്. ഇതിൽ രണ്ടിലും ഇനീക്വാലിറ്റി നമുക്ക് പല മൂവ്മെന്റ്സിൽ ട്രബിള് വരും. അതൊക്കെ വരുന്നതിന് കാരണം ഒന്നല്ലെങ്കിൽ നമ്മൾ എക്സസ് ആയിട്ട് ന്യൂട്രിയൻസ് കഴിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ന്യൂട്രിയൻസ് കഴിച്ചിട്ടുണ്ടാവും. അത് നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ ഡിസേബിലിറ്റി, അത് ഈവൻ ആളെ ജീവൻ വരെ എടുക്കാൻ സഹായിക്കും. അപ്പൊ നമ്മൾ എപ്പോഴും ന്യൂട്രിയൻസ് കറക്റ്റ് ആണോ എന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, എന്താണ് ഹസ്ന പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? എന്തെങ്കിലും പ്രത്യേകിച്ച് ആഡ് ചെയ്യാനുണ്ടോ? പറഞ്ഞതിൽ നിന്ന് കൂടുതലായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. ഐഡിയ കിട്ടിയില്ല എന്താണെന്നുള്ളത്. ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. പോഷകാഹാരത്തിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ് ഈ പാരഗ്രാഫിൽ പറയുന്നത്. അത് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത് വെച്ചാൽ ഒരു കുട്ടീനെ അതിന്റെ ഡെഫിഷ്യൻസി മൂലം ഡിസേബിൾഡോ അല്ലെങ്കിൽ ആ കുട്ടിയെ മരണത്തിലേക്ക് വരെ എത്തിക്കാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. അതായത് 0 to 3 years ഉള്ള കുട്ടികൾക്ക് മാത്രമല്ല, 3 to 6 years ഉള്ള കുട്ടികൾക്കും അവർക്ക് വേണ്ട പോഷകാഹാരത്തിനെ കുറിച്ചാണ് ഇതിൽ പറയുന്നത്. അത് കറക്റ്റ് ആയിട്ട് പോഷകാഹാരം കിട്ടുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങളെ കുറിച്ചാണ് ഇതിൽ വിശദീകരിക്കുന്നത്. അവരുടെ സ്ലീപ്പിനെയും ഗുഡ് ഹെൽത്ത് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ചാണ് ഇതിൽ പറയുന്നത് പ്രത്യേകിച്ച്. അപ്പൊ നമുക്കൊന്ന് നോക്കാം അല്ലെ, എന്താണ് പറയുന്നതെന്ന് നോക്കാം. പറഞ്ഞോളൂ ഷാരിമോള്, പറഞ്ഞോളൂ എന്താണ് പറയാനുള്ളത്. അതായത് നമുക്ക് പോഷകാഹാരം കൂടിയാലും കുറഞ്ഞാലും അതിൻ്റെതായിട്ടുള്ള സൈഡ് എഫക്ട് ഉണ്ടാവും. അതായത് നമ്മൾ അത് കൂടാനും കുറയാനും പാടില്ല. അത്യാവശ്യം കുഞ്ഞുങ്ങൾക്ക് ഓവർ വെയിറ്റ് ആകാതെയും ആവശ്യത്തിനുള്ള ഫുഡ് അതനുസരിച്ച് പ്രോട്ടീൻ ആയിട്ടുള്ള ഫുഡ്സ് ഒക്കെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതായത് 0 to 3 years പോലെ തന്നെ 3 to 6 yearsന്റെയും നമ്മൾ അതുപോലെ തന്നെ കെയർ ചെയ്യണം. അതുകൊണ്ടുള്ള ഗുണങ്ങളൊക്കെയാണ് ഇതിൽ പറഞ്ഞത്. മാം, ഞാൻ ജിഷ മിസ്സിന്റെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു മോൾക്ക് ഉണ്ടായൊരു ഇത് കുറിച്ചിട്ട്. മോൾക്ക് നന്നായി വയറുവേദന കണ്ടിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോ പറഞ്ഞ അവള് ഇതേപോലെ ഫ്രൂട്ട്സ് ഒന്നും കഴിക്കില്ല, വെജിറ്റബിൾസ്, പിന്നെ പോലെ തന്നെ ചിക്കൻ അങ്ങനത്തെ ഐറ്റംസുകളും എഗ് അങ്ങനത്തെ ഒന്നും കഴിക്കില്ല. അവള് ഈ മിച്ചറ്, ഈ കായനുറുക്ക് അങ്ങനത്തെ ഒക്കെ കൂട്ടിയിട്ടാണ് ചോറ് ഇതൊക്കെ കഴിക്കുക. എങ്ങനെ പറഞ്ഞാലും കഴിക്കില്ല. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഈ അവളെ വയറുവേദന മാറണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും
അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കണം. ഇല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഇങ്ങനെ വരേണ്ടി വരും ഹോസ്പിറ്റലിൽ നിന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഓക്കെ ഓക്കെ. അപ്പോ അതായത് ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ നീഡ്സ്, അതായത് ഭക്ഷണത്തിന്റെയും അതുപോലെ തന്നെ പോഷകാഹാരത്തിന്റെയും ആവശ്യകത എത്രത്തോളം നമ്മുടെ കുഞ്ഞുങ്ങളിൽ വേണം എന്നതിനെ കുറിച്ചുള്ള ഒരു അവയർനെസ് ആണ് ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നത്. അതായത് നമ്മൾക്ക് അറിയാനായിട്ട് സാധിക്കണം, അതായത് നമ്മുടെ കുഞ്ഞ് ശരിയായിട്ട് പോഷകാഹാരം കഴിക്കുന്നുണ്ടോ, വെൽ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള കുഞ്ഞാണോ നമ്മളുടേതെന്ന് അറിയാനായിട്ട് സാധിക്കണം. അതിന് ചില സിംറ്റംസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ചില നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുന്ന ചില കാര്യങ്ങളിലൂടെ നമുക്കത് അറിയാനായിട്ട് സാധിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇപ്പൊ കുഞ്ഞിന് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ആണെങ്കിൽ പെട്ടെന്ന് കുഞ്ഞിന് അസുഖം വരിക, നമ്മളെപ്പോഴും ആശുപത്രിയിൽ കൊണ്ടുപോവുക, അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും സംഭവിക്കുക അല്ലെ. എന്നാൽ കുഞ്ഞ് നല്ല രീതിയിൽ കുഞ്ഞിന്റെ അകത്തേക്ക് വേണ്ട വിധത്തിലുള്ള ന്യൂട്രീഷണൽ ഫുഡാണോ എത്തുന്നത് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ചില കാര്യങ്ങൾ ഇവിടെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ അത്തരം കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പൊ ഞാനത് പറയാം, പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങളുടേതായിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കുക ഇത്തരത്തിലുള്ള സിംറ്റംസ്, അതായത് ലക്ഷണങ്ങളൊക്കെ കുഞ്ഞുങ്ങളുടെ നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് നോക്കാം ഞാൻ പറയുമ്പോൾ. ഓക്കെ ഓക്കെ, ഇപ്പൊ ഇവിടെ ആദ്യം തന്നെ പറയുന്നുണ്ട് 0 to 3 years വയസ്സ് പ്രായമുള്ളവരെ പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് 3 to 6 years പ്രായമുള്ള കുഞ്ഞുങ്ങൾ. അതായത് നമ്മൾ കുഞ്ഞുങ്ങളെ ചെറുപ്പത്തിലേ തന്നെ, അതായത് അവരുടെ ആ ഒരു സ്റ്റേജ് എന്ന് പറയുമ്പോൾ, അതായത് ജനിച്ച് ഉടനെ നമുക്ക് ഇത് കൊടുക്കില്ല. അതായത് ബ്രസ്റ്റ് മിൽക്ക് മാത്രമാണ് കുഞ്ഞുങ്ങൾക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക അല്ലെ. 6 മാസത്തിന് ശേഷമാണ് കുഞ്ഞുങ്ങൾക്ക് കുറുക്ക്, അതുപോലെ തന്നെ ചോറ്, അത് വളരെ കുഴമ്പ് രൂപത്തിലൊക്കെയാണ് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൂടുതൽ കൊടുക്കുക, വെജിറ്റബിൾസ് ആയാലും എന്തായാലും ഒക്കെ അല്ലെ. അപ്പൊ ആ സമയത്ത് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത് കുഞ്ഞുങ്ങളുടെ പോഷകാഹാരമാണ് അല്ലെ. നമ്മൾ എന്ത് ഭക്ഷണം കൊടുത്താലും നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കി, തീരെ കുഞ്ഞായിരിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ഭക്ഷണം കൊടുക്കുന്നുണ്ടെങ്കിലും അതിന്റെ ന്യൂട്രീഷണൽ വാല്യൂ എന്ന് പറയുന്നത് കൂടുതലായിരിക്കും അല്ലെ. നമ്മൾ ബനാന ബോയിൽ ചെയ്ത് കൊടുക്കാറുണ്ട്, ക്യാരറ്റ്, അതുപോലെ തന്നെ പംകിൻ, അങ്ങനെയുള്ള സാധനങ്ങൾ ബോയിൽ ചെയ്തൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പൊ നമ്മൾ നോക്കി വന്ന് നമ്മളധികം ഫാറ്റി, അതായത് ഓയിലി ആയിട്ടുള്ള ഫുഡുകളൊന്നും കുഞ്ഞിന് കൊടുക്കുന്നില്ല. വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള, റിച്ച് ആയിട്ടുള്ളത് നമ്മളായാലും അതെ നമ്മുടെ കുഞ്ഞുങ്ങളായാലും അതെ, നമ്മൾ ചെറുപ്പത്തില് നമ്മൾ കൂടുതൽ കഴിച്ചിരിക്കുന്നത് ആ ഒരു 3 years വരെ നമ്മൾ കഴിച്ചിരിക്കുന്ന ഫുഡ് എന്ന് പറയുന്നത് അത് ന്യൂട്രീഷണൽ വാല്യൂ കൂടുതലുള്ള ഫുഡ് ഐറ്റംസ് തന്നെയാണ്. ഓക്കെ, അതിനുശേഷവും അതായത് ആ 0 to 3 years കഴിഞ്ഞാലും 3 to 6 years വരെ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, നല്ല രീതിയിൽ കുഞ്ഞിന് ഫുഡ് കൊടുത്തിരിക്കണം. അപ്പോ ആ ഒരു ചേഞ്ച് വരും, കാരണം കുഞ്ഞ് കൂടുതലും പുറത്തുള്ള ഭക്ഷണങ്ങൾക്ക് കൂടുതൽ കഴിക്കാനായിട്ട് തുടങ്ങും, പാക്കറ്റ് ഫുഡുകളെ കൂടുതൽ അറിയാനായിട്ട് തുടങ്ങും അല്ലെ. 3 to 6 years പ്രായമുള്ളപ്പോഴല്ലേ അവർ കൂടുതൽ വാശി പിടിക്കുന്നത്, എനിക്ക് അത് വേണം, ഇത് വേണം, മിഠായി വേണം, ഐസ്ക്രീം വേണം, അല്ലെങ്കിൽ കുഴിമന്തി വേണം, അത് വേണം എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യാറുണ്ട്, വാശി പിടിക്കാറുണ്ടല്ലോ. കാരണം അവരുടെ ടേസ്റ്റ് ബഡ് മാറുവാണ്. നമ്മള് അത്രയും നാള് നമ്മൾ വീട്ടിലെ ഫുഡാണ് കൊടുത്തിരുന്നതെങ്കിൽ പിന്നീട് നമ്മൾ പതുക്കെ പതുക്കെ അവരുടെ ആ ഒരു ഫുഡ് റൂട്ടീനിൽ മാറ്റം വരുത്തുന്നു. പുറത്തെ ഫുഡൊക്കെ അവർക്ക് കൊടുക്കാനായിട്ട് തുടങ്ങുന്നു. എണ്ണ പലഹാരങ്ങളൊക്കെ വൈകുന്നേരം ഒക്കെ ആവുമ്പോൾ കുഞ്ഞ് സ്കൂൾ വിട്ട് വരുമ്പോഴോ അംഗൻവാടി വിട്ട് വരുമ്പോഴൊക്കെ ചായയും എണ്ണ പലഹാരവും കൊടുക്കാനായിട്ട് തുടങ്ങുന്നു അല്ലെ, പുറത്തുനിന്ന് മേടിച്ചത്. ഓക്കെ, അപ്പൊ ഇപ്പോഴത്തെ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ അച്ഛനമ്മൊന്നും വീട്ടിലിരിക്കുന്നില്ല, എല്ലാവരും ജോലിക്ക് പോവാണ് അല്ലെ. വീട്ടിൽ ചിലപ്പോൾ ഗ്രാൻഡ് പാരന്റ്സ് ഒക്കെ ആയിരിക്കും ഉണ്ടായിരിക്കുക, ചിലപ്പോൾ അവർക്ക് പ്രായമായിട്ടുള്ളവരായിരിക്കും. അപ്പൊ അവർക്ക് ചിലപ്പോ ഫുഡൊന്നും ഉണ്ടാക്കാനായിട്ട് പറ്റിയെന്ന് വരില്ല. അപ്പൊ കുഞ്ഞ് ആശ്രയിക്കുന്നത് എപ്പോഴും ചിലപ്പോൾ ഓൺലൈനായിട്ട് ഓർഡർ ചെയ്യുകയോ അല്ലെങ്കിൽ അടുത്തുള്ള കടകളിൽ നിന്നൊക്കെ സാധനങ്ങൾ മേടിച്ച് എണ്ണ പലഹാരങ്ങളൊക്കെ മേടിച്ച് കഴിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള സാധനങ്ങൾ കഴിക്കുന്നത് വഴി ന്യൂട്രീഷണൽ ആയിട്ടുള്ള ഫുഡ് കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ എത്താതെ വരും. ഓക്കെ, അപ്പൊ ഇതുകൊണ്ടാണ് പ്രത്യേകിച്ചും ആ ഒരു പാരാഗ്രാഫിന്റെ സ്റ്റാർട്ടിങ്ങിൽ പറയുന്നത് 0 to 3 years പ്രായമുള്ള കുഞ്ഞുങ്ങളെ പോലെ തന്നെ 3 to 6 years പ്രായമുള്ള കുഞ്ഞുങ്ങൾക്കും ന്യൂട്രീഷണൽ ഫുഡ് അത്യാവശ്യമാണ്. മനസ്സിലായോ? ഓക്കെ, യെസ് മാം. ഇനി വേറൊരു കാര്യം ഇവിടെ പ്രത്യേകിച്ച് പറയുന്നുണ്ട്. ഒരു വെൽ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള കുഞ്ഞാണെങ്കിൽ, അതായത് നല്ല രീതിയിൽ പോഷകാഹാരങ്ങൾ കഴിക്കുന്ന കുഞ്ഞാണെങ്കിൽ ചില സിംറ്റംസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, കുഞ്ഞിന് അവന്റെ പ്രായത്തിനും അതുപോലെ തന്നെ അവന്റെ ഉയരത്തിനും ഹൈറ്റിനും ഏജിനും അനുസരിച്ചിട്ടുള്ള വെയിറ്റ് ആയിരിക്കും ഉണ്ടാവുക.
ഓക്കെ, അതായത് ബിലോ അല്ല, അതായത് തൂക്കക്കുറവും വരുന്നില്ല, തൂക്ക കൂടുതലും വരുന്നില്ല, ഓവർ വെയിറ്റും വരുന്നില്ല, എന്നാൽ ബിലോ വെയിറ്റ്, അതായത് തൂക്കക്കുറവും വരുന്നില്ല, മറിച്ച് അവന്റെ പ്രായം എന്താണോ, അവന്റെ ഹൈറ്റ് എന്താണോ അതിനനുസരിച്ചിട്ടുള്ള വെയിറ്റ് ആയിരിക്കും കുട്ടികൾക്ക് ഉണ്ടാവുക. ഓക്കെ, അതുപോലെ തന്നെ കുഞ്ഞ് ഹാപ്പി ആയിട്ടായിരിക്കും ഉണ്ടാവുക, എപ്പോഴും നല്ല ഹാപ്പി ആയിട്ടായിരിക്കും ഇരിക്കുന്നത്, എപ്പോഴും ആക്റ്റീവ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്, ക്യൂരിയസ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. ഓക്കെ, അത്തരത്തിലുള്ള ചില കുഞ്ഞുങ്ങളെ നമുക്കറിയാം ഓടിച്ചാടി നടക്കുന്നത് കാണാനായിട്ട് സാധിക്കും അല്ലെ, വളരെ ആക്റ്റീവായിട്ട് വളരെ ക്യൂരിയസ് ആയിട്ടൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് രാത്രിയിൽ നന്നായി ഉറങ്ങും. ഓക്കെ, ഇപ്പോഴത്തെ പ്രധാന വില്ലെന്ന് പറയുന്നത് മൊബൈലാണ്. മൊബൈലൊക്കെ കൂടുതൽ സമയം രാത്രിയൊക്കെ ഇങ്ങനെ കളിച്ചിരുന്ന് കുഞ്ഞുങ്ങൾ ഉറങ്ങുന്നത് ചിലപ്പോൾ 12 മണി 12:30 1 മണിയൊക്കെ ആവും. അതും ഉറക്കത്തിനെ സാരമായിട്ട് ബാധിക്കുന്നുണ്ട്. എന്നാൽ ഇതും, അതായത് കുഞ്ഞിന് നല്ല രീതിയിൽ ഉറക്കം കിട്ടണമെങ്കിൽ പ്രോപ്പർ ആയിട്ട് കുഞ്ഞിന് ന്യൂട്രീഷ്യസ് കണ്ടന്റ് അകത്ത് ചെല്ലണം. അതുപോലെ തന്നെ പ്രോപ്പർ കളികൾ ആക്ടിവിറ്റികളിലൊക്കെ ഏർപ്പെട്ടാൽ മാത്രമാണ് കുഞ്ഞിനുള്ള പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഉറക്കം കിട്ടുകയുള്ളൂ. അപ്പൊ രാത്രിയിൽ നന്നായിട്ട് ഉറങ്ങും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ കുഞ്ഞിന് കോൺസെൻട്രേഷൻ ഉണ്ടാകും. മറ്റൊരു പ്രധാന ഇതാണ് കേട്ടോ കോൺസെൻട്രേഷൻ. ഇന്ന് പല കുട്ടികളിലും കാണുന്ന മൊബൈലും പ്രധാനപ്പെട്ട വില്ലനാണ് കേട്ടോ നമ്മുടെ ശ്രദ്ധയില്. അതായത് ഈ ടീച്ചേഴ്സ് നോട്ട് ചെയ്യാറുണ്ട്, ചില കുഞ്ഞുങ്ങൾ പഠിക്കാനൊക്കെ ഇരിക്കുമ്പോൾ അവര് ക്ലാസ്സിൽ ശ്രദ്ധിക്കില്ല, ചിലപ്പോൾ ഉറക്കം തൂങ്ങിപ്പോകും, അല്ലെങ്കിൽ ക്ലാസ്സിൽ, അതായത് ടീച്ചറെയും ചിലപ്പോൾ ബോർഡിനെയൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടാവും, പക്ഷെ അവരുടെ ശ്രദ്ധ അവിടെ ആയിരിക്കില്ല, വേറെ പല കാര്യങ്ങളിലൊക്കെ ആയിരിക്കും അവരുടെ ശ്രദ്ധ പോകുന്നത്. ഓക്കെ, അപ്പോ ഈ ഒരു ന്യൂട്രീഷ്യസ് കണ്ടന്റ് ഈ കോൺസെൻട്രേഷനിലും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട് കേട്ടോ. കുഞ്ഞുങ്ങളുടെ കോൺസെൻട്രേഷൻ ഉണ്ടാകും. അതുപോലെ വിശപ്പുണ്ടാവും കുഞ്ഞുങ്ങളിൽ. നമുക്ക് ചില കുട്ടികളിൽ വിശപ്പ് അധികം അനുഭവപ്പെടില്ല അല്ലെ, എന്ത് കൊടുത്താലും വേണ്ട വേണ്ട എന്ന് പറയുന്ന ചില കുഞ്ഞുങ്ങളുണ്ട്. അപ്പൊ നല്ല രീതിയിൽ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഫുഡ് കഴിക്കുന്ന കുഞ്ഞാണെങ്കിൽ അവൻ പ്രോപ്പർ സമയത്ത് അമ്മ എനിക്ക് വിശക്കുന്നു എന്നും പറഞ്ഞ് അവൻ ഇങ്ങോട്ട് വരും, നമ്മുടെ അടുത്ത് വരും, എനിക്ക് വിശക്കുന്നുണ്ട് അമ്മ എനിക്ക് വല്ലതും കഴിക്കാതെ, കൃത്യമായിട്ടുള്ള സമയത്ത് രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം രാത്രി അങ്ങനെ കൃത്യസമയത്ത് ആ ഒരു ടൈം ഉണ്ടാവും അവന്, ആ ടൈമിലാവും വരും എനിക്ക് വിശക്കുന്നുണ്ട് കേട്ടോ എന്ന് പറയും. അത് നല്ലൊരു സൈനാണ് കാണിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോ നന്നായിട്ട് വിശപ്പുണ്ടാകും. അതുപോലെ തന്നെ ബവൽ മൂവ്മെന്റ്സ്, ഡൈജഷൻ പ്രോപ്പർ ആയിട്ട് നടന്ന് മലമൂത്ര വിസർജനം ശരിയായിട്ട് നടക്കും. ദാറ്റ് ഈസ് ബവൽ മൂവ്മെന്റ്സ് കേട്ടോ. ഓക്കെ, ശരിയായിട്ട് യൂറിൻ പാസ് ചെയ്യുക, ശരിയായി സ്റ്റൂൾ പാസ് ചെയ്യുക, അതൊക്കെ വേണം, നമ്മൾ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് കുഞ്ഞുങ്ങള് നമ്മൾ ഭക്ഷണം കൊടുത്തു, കുഞ്ഞുങ്ങളെ കുളിപ്പിച്ചു, അത് ചെയ്തു ഇത് ചെയ്തു എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. കുഞ്ഞുങ്ങള് പ്രോപ്പറായി മലമൂത്ര വിസർജനം നടത്തുന്നുണ്ടോ എന്ന് അമ്മമാര് ചെക്ക് ചെയ്യണം. ചില കുഞ്ഞുങ്ങൾ പറയില്ല, ചിലവർക്ക് പേടിയായിരിക്കും, ചിലവർക്ക് മടിയായിരിക്കും, ചിലവർക്ക് നാണക്കേടായിരിക്കും പറയാനായിട്ട് അല്ലെ. അപ്പൊ നമ്മൾ നോക്കുക, അവര് പ്രോപ്പർ ഇപ്പൊ രാവിലെ എണീക്കുന്ന കുഞ്ഞുങ്ങൾ ചിലപ്പോൾ ചായയൊക്കെ കുടിച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ രാവിലെ എണീറ്റ് അപ്പൊ തന്നെ വെള്ളമൊക്കെ കുടിച്ചിട്ട് ബാത്റൂമിൽ പോകാറുണ്ട് അല്ലെ. ശരിക്കും കുളിക്കുന്നതിന് മുമ്പ് ആണ് കൂടുതൽ കുട്ടികൾ അങ്ങനെ പോവുക, ടോയ്ലറ്റ് യൂസ് ചെയ്യുക. അപ്പോ കറക്റ്റ് ആ സമയത്ത് ആ ഒരു സമയത്ത് അവരത് പോകുന്നുണ്ടോ, അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവർ പറയാൻ മടിച്ചിട്ടാണോ എന്നൊക്കെ നമ്മൾക്കൊന്ന് നോക്കുക, അവരോട് ചോദിക്കുക, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ട്. ചില കുഞ്ഞുങ്ങൾ വയറുവേദനയൊക്കെ പറയാറുണ്ട് ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ കാരണം. അപ്പൊ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ അവരുടെ കണ്ണുകൾ എന്ന് പറയുന്നത് നല്ല എന്താ പറയാ തിളക്കമുള്ളതായിരിക്കും. അവരുടെ കണ്ണുകൾ ശ്രദ്ധിച്ചാൽ മതി. നമ്മുടെ കണ്ണുകൾ പോലെയല്ല അല്ലേ, കുഞ്ഞുങ്ങളുടെ കണ്ണുകൾ എന്ന് പറയുന്നത് പ്രത്യേകതയാണ്. നല്ല തിളക്കമുള്ള കണ്ണാർക്ക് അവർക്കുണ്ട്, നല്ല വ്യക്തമായിട്ടുള്ള നല്ല തിളക്കമുള്ള കണ്ണുകളായിരിക്കും ഉണ്ടായിരിക്കുക. പിന്നെ അതുപോലെ തന്നെ മുടി നല്ല ഷൈനിങ് ആയിരിക്കും അല്ലെ. നമ്മളൊക്കെ ആണെങ്കിലാണ് സറമൊക്കെ തേച്ച് അതൊക്കെ തേച്ച് വെക്കാം, പക്ഷെ അവരുടെ മുടി എന്ത് ചെയ്യണ്ട, ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അല്ലെ. നല്ല തിളക്കമുള്ള അല്ല നല്ല ഷൈനിങ് ആയിട്ടുള്ള മുടിയായിരിക്കും ഉണ്ടാവുക, അധികം ജടയൊന്നും ഇല്ലാതെ. നമുക്ക് പെട്ടെന്ന് തന്നെ മുടി കോമ്പെട് തീരുമ്പോൾ സ്മൂത്ത് ആയിട്ട് പോകുന്നത് കാണാനായിട്ട് സാധിക്കും അല്ലെ. അപ്പൊ മുടി നല്ല ഷൈനിങ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ ടീത്ത് നല്ല വെളുത്തതായിരിക്കും. ചോക്ലേറ്റ് തിന്നുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ അത് ഉണ്ടാവില്ല കേട്ടോ. അല്ലാതെയുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ ടീത്ത് നല്ല രീതിയിൽ വെളുത്തിട്ടായിരിക്കും ഉണ്ടാവുക. പിന്നെ അതുപോലെ തന്നെ നല്ല വൃത്തിയുള്ളതായിരിക്കും. പിന്നെ നമ്മുടെ അതായത് സ്കിൻ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. സ്കിൻ എന്ന് പറയുന്നത് അവരുടെ വളരെ സോഫ്റ്റ് ആയിരിക്കും.
വളരെ മിനുസമുള്ള ചർമ്മമായിരിക്കും അവരുടേത്. പിന്നെ ചെറുതായിട്ടൊരു നനവുണ്ടാവും എപ്പോഴും. നിങ്ങൾ നിങ്ങളുടെ സ്കിന്നിലൊന്ന് പിടിച്ചു വെക്കേ, എന്താ ഫീൽ ചെയ്യുന്നേ? സ്കിന്നിൽ പിടിക്കുമ്പോ എന്താ ഫീൽ ചെയ്യുന്നേ? കയ്യിലോ എവിടെയെങ്കിലും ഡ്രൈനെസ് ആണല്ലേ? പക്ഷെ കുഞ്ഞുങ്ങളുടെ മുഖത്തോ അല്ലെങ്കിൽ കയ്യിലോ നമ്മൾ തൊട്ട് കഴിഞ്ഞാല് പഞ്ഞിക്കെട്ട് പോലെ അനുഭവപ്പെടും അല്ലെ? നല്ല സോഫ്റ്റ് ആയിരിക്കും. മാത്രമല്ല ചെറിയ രീതിയിൽ തണവുണ്ടാവും. അത് നിങ്ങൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടാവും. ചെറിയ രീതിയിൽ തണുപ്പ് അനുഭവപ്പെടും, നനവുണ്ടാവും കേട്ടോ. അതും അവരുടെ സ്കിന്നിന്റെ പ്രത്യേകതയാണ്. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങള് ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ മോണയുണ്ടല്ലോ നമ്മുടെ പല്ലിന്റെ മേലെ കാണുന്ന, അത് നല്ല രീതിയിൽ ഉറച്ചതായിരിക്കുള്ളൂ. പിന്നെ ചെറുതായിട്ട് പിങ്ക് കളറിലായിരിക്കും ഇരിക്കുക. പിങ്ക് കളർ. നിങ്ങളൊന്ന് കണ്ണാടിയിൽ നോക്കിയേ, ചിരിച്ച് എന്നിട്ട് മോണയ്ക്ക് എന്ത് കളറാണെന്ന് ഒന്ന് ചെക്ക് ചെയ്ത് എന്ത് കളറാണ്. പിങ്ക് കളറുള്ളവർ എത്ര പേരുണ്ട് അതിനകത്ത്? ജയശ്രീ കണ്ണാടി നോക്കാൻ പോയേക്കുവാ. ലൈറ്റ് റോസ് പോലെ തോന്നണം മിസ്. എന്താണ് ലൈറ്റ് റോസ്? ലൈറ്റ് റോസ് അപ്പൊ നല്ലതാണ്. ന്യൂട്രീഷ്യസ് ലൈറ്റ് റോസ് ആണ് അല്ലെ? ഓക്കെ. ഇനി ചിലവർക്കാണെങ്കിൽ ഡാർക്ക് കളർ ആയിരിക്കും ഉണ്ടായിരിക്കുക. അതൊക്കെ എന്തെങ്കിലും ഡെഫിഷ്യൻസി കൊണ്ടൊക്കെ ആയിരിക്കും വരുന്നത് കേട്ടോ. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു തവണ ഞാന് ഡോക്ടറെ കാണാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഗൈനക്കോളജിസ്റ്റിനെ കാണാനും പോയതാണ്. ഇത് എന്താണെന്ന് ഓർമ്മയില്ല, ഒരു ആവശ്യത്തിന് വേണ്ടി പോയതാ. അപ്പൊ പോയപ്പോ ഞാന് നല്ല രീതിയിൽ ചിരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ ചിരിച്ചു കഴിയുമ്പോ എന്റെ മോണ കാണാൻ പറ്റും. അതായത് എനിക്ക് കുറച്ച് നാണക്കേടുള്ള കാര്യമാണ്. കാരണം എന്റെ മോനൊക്കെ എപ്പോഴും കളിയാക്കും, ചിരിക്കുമ്പോ പല്ലല്ല മോണയാണ് ഹെൽത്തിന് നല്ലത്. അപ്പൊ അതായത് മൊത്തം കാണും, ഈ മോണ മൊത്തം ചിരിക്കുമ്പോ മൊത്തം കാണാൻ പറ്റും. അപ്പൊ ഞാനിങ്ങനെ ഡോക്ടറോട് ചിരിച്ചപ്പോൾ ഡോക്ടറിന്റെ മോണ കണ്ടു. അപ്പൊ ഡോക്ടർ എന്നോട് ചോദിക്കുവാണ്, ഇതെന്താ ശരി മോണ ഇങ്ങനെ വെള്ളാമ്പിച്ചിരിക്കുന്നേന്ന് ചോദിക്കുകയാണ്. എന്നോട് ചോദിച്ചു ഡോക്ടർ. അപ്പൊ ഞാൻ പറഞ്ഞു അയ്യോ വെള്ളം. അപ്പൊ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല, വെള്ളാമ്പിച്ചിട്ടാണോ ഇരിക്കുന്നേ? അപ്പൊ പെട്ടെന്ന് തന്നെ ഡോക്ടർ ഹിമോഗ്ലോബിൻ ഒക്കെ ചെക്ക് ചെയ്ത് അത് കണ്ടപ്പോ. അപ്പൊ ഹിമോഗ്ലോബിന്റെ അളവ് കുറവായിരുന്നു. അതുകൊണ്ടാണ് ആ മോണ വെള്ളാമ്പിച്ചിരിക്കാൻ കാരണം. അപ്പൊ നമുക്ക് അറിയാൻ പറ്റും, ഒന്നിലേക്ക് ഭയങ്കരമായിട്ട് വെളുത്തിരിക്കും മോണ, അല്ലെങ്കിൽ ഭയങ്കര ഡാർക്ക് കളറായിരിക്കുള്ളൂ. അപ്പൊ എന്തെങ്കിലും ഡെഫിഷ്യൻസി ഒക്കെ ഉണ്ടെങ്കിലാണ് സാധാരണ ഇങ്ങനെ വരുന്നത്. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് അതൊന്ന് ശ്രദ്ധയിൽ ഡോക്ടറെ കാണുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഇനി ചിലർക്ക് ഇതൊന്നും ഇല്ലെങ്കിലും വലിയ പ്രശ്നം ഉണ്ടാവില്ല. നോർമലി അവര് ജനിക്കുമ്പോഴേ ഉള്ള കളറായിരിക്കുള്ളൂ. എന്നാലും കുഞ്ഞുങ്ങളുടെ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു പിങ്ക് കളറിലായിരിക്കും ഉണ്ടാവുക കേട്ടോ. കുഞ്ഞുങ്ങളൊക്കെ ചിരിക്കുമ്പോൾ നല്ല രീതിയിൽ പിങ്ക് കളറിൽ നമുക്ക് കാണാറുണ്ട്. അപ്പൊ ആ ഒരു കളറിലായിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ വേറെ എന്താ പറയാനുള്ളത്? പിന്നെ ശരീരം, അതായത് നമ്മുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്നത് സെല്ലുകൾ കൊണ്ടാണ് അല്ലെ? കോശങ്ങൾ കൊണ്ടല്ല നിർമ്മിച്ചിരിക്കുന്നേ. അപ്പൊ ഈ കോശങ്ങളാണ് ഈ സെൽസ്, അതായത് ഈ സെൽസ് ആണ് എന്ത് ചെയ്യുന്നത്? അതായത് കോശങ്ങളിലേക്ക് അതായത് സെൽസിൽ നിന്ന് ഒരു സെല്ലിൽ നിന്ന് മറ്റൊരു സെല്ലിലേക്ക് ഈ ന്യൂട്രീഷൻസിനെ വഹിച്ചുകൊണ്ട് പോകുന്നത് അല്ലെ? ഓരോ സ്ഥലത്തും ഉണ്ട് അല്ലെ? അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ ശരീരത്തിന്റെ റിപ്പയറിംഗ് വർക്കുകൾ അല്ലെങ്കിൽ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ശരീരത്തിന്റെയും മനസ്സിന്റെയും ആരോഗ്യകരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പോഷകങ്ങളുടെ, അതായത് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള കണ്ടന്റ് കൂടുതലായാലും കുറവ് വന്നാലും കുറേയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നാണ് പറയുന്നത്. അത് ശാരീരികമായിട്ട് നമുക്ക് പലയധികം പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നമ്മളെ മാനസികമായിട്ട് തളർത്തുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ഇതുമൂലം ഉണ്ടാവുന്നതാണ്. അപ്പൊ ഇത് കുറയാനും പാടില്ല, എന്നാൽ ഇത് കൂടാനും പാടില്ല അല്ലെ? കൂടിയാലും പ്രശ്നമാണ് അല്ലെ? നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, അധികമായാലും അമൃതം വിഷം അല്ലെ? അപ്പൊ എന്ത് നമ്മള് ഒരു സ്റ്റാൻഡേർഡ് ലെവലിൽ മിനിമം ലെവലിൽ നമ്മൾ കൊണ്ടുപോവുക. കൂടാനും പാടില്ല, കുറയാനും പാടില്ല. ഓക്കെ, ഇതാണ് ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ ലിങ്ക്സ്. ക്ലിയർ ആണല്ലോ? ഇനി നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? കുഞ്ഞുങ്ങളെ ചെക്ക് ചെയ്യാറുണ്ടോ?
ഇതൊക്കെ ഉണ്ടോ കുട്ടികൾക്ക്? നോക്കാറുണ്ടോ? ടീത്ത് പ്രശ്നമാണ് മിസ്സേ. മൂത്ത കുട്ടിക്ക് ഓക്കെയാണ്, ഇളയാൾക്ക് പല്ല് ഫുള്ള് കംപ്ലൈന്റ് ആണ്. കംപ്ലൈന്റ് ആണ്. കാൽഷ്യം ഡെഫിഷ്യൻസി ഉണ്ട്. ഒത്തിരി ഓടി കളിക്കുന്ന ദിവസങ്ങളിൽ രാത്രി ഉറക്കാറില്ല, കാലിന് വേദനയാണെന്നും പറഞ്ഞുകൊണ്ട്. അപ്പൊ ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്തപ്പം ഇത് കാൽസ്യത്തിന്റെ ഡെഫിഷ്യൻസി ആണെന്നാ പറഞ്ഞത്. അതിന് മെഡിസിൻസ് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളോട് ചെറിയ മീനുകള്, മുട്ടയുടെ വെള്ള അങ്ങനെയൊക്കെ കൊടുക്കാനാ പറഞ്ഞു. ഒരു പ്രായം വരെ ഉണ്ടാവും എന്ന് പറഞ്ഞു. എന്റെ കുട്ടിക്ക് കാലിന് വേദനയുണ്ട്. അത് ഒരു പ്രായം വരെ കാണുമെന്നാ ഡോക്ടർ പറഞ്ഞത്. രാത്രിയാകുമ്പോ എന്നും കാലിന് വേദനയാ. അത് മൂത്ത കുട്ടിക്ക്. ഡെഫിഷ്യൻസി ആണോ? അതേന്നാ പറഞ്ഞത്. മരുന്നൊന്നും മെഡിസിൻസ് കഴിക്കുന്നുണ്ടോ? കാൽസ്യത്തിന്റെ ടാബ്ലറ്റ് തന്നിട്ടുണ്ടോ? മെഡിസിൻസ് ഒന്നും കഴിക്കണ്ട. അത് കഴിച്ചാലും ഒരു പരിധി വരെ, ഒരു പ്രായം വരെ അത് കാണുമെന്നാ പറഞ്ഞത്. തന്നില്ല. എനിക്കുണ്ടായിരുന്നു കേട്ടോ, എനിക്കുണ്ടായിരുന്നു. ഒരു പ്രായം കഴിഞ്ഞിട്ടാണ് എനിക്ക് മാറി. ഇവിടെ രണ്ടാമത്തെ ആള് ഇടയ്ക്ക് പറയുന്നുണ്ട് കാലുവേദന. വേദന ഉണ്ടാവാം കൂടുതലായിട്ട്. ചുണ്ട് ഇങ്ങനെ കറുത്തിട്ടാണേ, ചുണ്ട് എപ്പടി കറുത്തിട്ടായിരിക്കുന്ന ഇളയ കുട്ടിയുടെ. അവന് 3 വയസ്സായി, പക്ഷെ കണ്ട ഒരു 2 വയസ്സ് പറയുള്ളൂ. അപ്പം നഴ്സറിയിലൊക്കെ ചെല്ലുമ്പോൾ ടീച്ചർ ചോദിക്കും, ഇവനെ എങ്ങനെ ഇരുത്തും, ഇവന് 2 വയസ്സാവുന്നല്ലേ ഉള്ളൂ, മറ്റുള്ള കുട്ടികളുടെ കൂടെ ഇരുത്തുമ്പോൾ അവന് മുഴുപ്പില്ല. അപ്പൊ ഫുഡ് കഴിക്കുന്നുണ്ട്, പക്ഷെ അത് ശരീരത്തെ പിടിക്കുന്നില്ല അവന്. മിസ്, ഫുഡ് കഴിക്കുന്നുണ്ടെങ്കിലും ചില കുട്ടികൾക്ക് ഇതേപോലെ തന്നെ, എന്റെ മോളുടെയും എക്സാമ്പിൾ ആണ്, ഒന്നും കാണുന്നില്ല മിസ്. കഴിക്കുന്നുണ്ട് പക്ഷെ ഒന്നും അങ്ങനെ കാണുന്നില്ല. എന്നാൽ ഇടയ്ക്ക് ഇതേപോലെ നമുക്ക് വെയിറ്റ് വെക്കണ പോലെ തോന്നും, വണ്ണം വെക്കുന്ന തോന്നും. പിന്നെ അതേ ഒരു അസുഖം വന്നാൽ തീർന്നു മിസ്. അതാണ് അവസ്ഥ ഇടയ്ക്ക് മോൾക്ക്. വെയിറ്റുള്ള കുഞ്ഞുങ്ങളാണ്. മാം, എല്ലാ കുട്ടികളെയും ചെറിയ കുട്ടികളെ എല്ലാരെയും രാവിലെ തന്നെ ടോയ്ലറ്റിൽ പറഞ്ഞയക്കാന് നോക്കണം എന്നാണ് ഡോക്ടേഴ്സ് പറയാ. ഇല്ലെങ്കിൽ അവര് വയറ്റില് ഗ്യാസ് കയറിയിട്ട് വേറെ അസുഖങ്ങൾ. അതെ അതെ, ഗ്യാസ്ട്രിക് ഇഷ്യൂസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മളുടെ ഏതൊരു അസുഖത്തിനും തുടക്കം കുറിക്കുന്നത് നമ്മുടെ വയറ്റിൽ നിന്നാണ് പറയാ. അപ്പൻഡിക്സ് സ്റ്റാർട്ട് ചെയ്യുന്ന പറയാ, അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ. അപ്പോ അത് രാവിലെ തന്നെ കുട്ടികളെ എന്തായാലും ടോയ്ലറ്റില് നിർബന്ധമാക്കുക പോവാന്. പിന്നെ അഥവാ പോയില്ലെങ്കിൽ ഫ്രൂട്ട്സ് കൊടുക്കുക. ഇനിയിപ്പോ ഒന്നും കഴിച്ചില്ലെങ്കിൽ ഒരു 5 ചെറുപഴമെങ്കിലും ദിവസം കൊടുക്കണം എന്നാണ് ഡോക്ടർ പറയുന്നത്. വയറ്റിന് പോവാൻ ചായ നല്ലതാണെന്നല്ലേ പറയുന്നേ? ചായ നല്ലതാണെന്ന് പറയാറുണ്ട്. ഇല്ലേ മിസ്? ചായ നല്ലതാണ്. പിന്നെ ചെറു ചൂടുവെള്ളമൊക്കെ നല്ലതാ. യെസ് മിസ്, ശരിയാണ്. രാവിലെ എണീറ്റ ഉടനെ ചൂടുവെള്ളം നിർബന്ധമാക്കണം എന്നാണ് ഡോക്ടേഴ്സ്. അതെ അതെ, ചൂടുവെള്ളം നല്ലതാണ്. ഈ കറുത്ത മുന്തിരി തലേ ദിവസം തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് അത് അടുത്ത ദിവസം രാവിലെ കുടിക്കുന്നത് നല്ലതാണ്. കുട്ടികൾക്ക് നല്ല ഹീമോഗ്ലോബിനും ഉണ്ടാവും. അതുപോലെ തന്നെ ഈ മോഷൻ പോവാനൊക്കെ നല്ലതാണ്. അല്ല, ഇത് മോഷൻ പോവാനും നല്ലതാണെന്ന് പറയാറുണ്ട്. ബ്ലഡ് ഉണ്ടാവാനൊക്കെ നല്ലതാണ്. എന്റെ കുട്ടി മടി മിസ്, പോണം തോന്നിയാലും പോകത്തില്ല. എന്നിട്ട് സ്കൂളിൽ ചെന്ന് കഴിയുമ്പോൾ മിസ് വിളിക്കും, അർച്ചനയുടെ കുട്ടിക്ക് വയറ്റുവേദനയാ, എന്താണ്? എന്നിട്ട് ഇവന് ഈ ഓട്ടോ പിടിച്ച് വീട്ടിലോട്ട് വരവാ. അതാ അവന്റെ സ്ഥിരം പരിപാടി. പിന്നെ ഞാൻ അവിടെ തന്നെ പറഞ്ഞു, ഇനി എന്നാ വയറ്റുവേദനയാന്ന് പറഞ്ഞാലും വീട്ടിലോട്ട് വിടണ്ട, അവിടെ തന്നെ ഇരുത്തിയേക്കാൻ പറഞ്ഞു. ഇവിടെ നേരെ തിരിച്ചാണ് മിസ്. വണ്ടി അവിടെ വന്ന് നിക്കുമ്പോ പറയും, അമ്മ എനിക്ക് ബാത്റൂമിൽ പോണെന്ന്. അവസാനം പിന്നെ ഞാൻ കൊണ്ടുപോകണം മിസ് 2 വീലറിന്. അങ്ങനെയാണ്. ഇപ്പൊ മാറിയിട്ടുണ്ട്, ഇപ്പൊ കുറഞ്ഞിട്ടുണ്ട്. ഭയങ്കര പേടിയുണ്ട്. സ്കൂളിലെ മിസ്സുമാരെ ഭയങ്കര പേടിയാണ്. അതിന്റെ ഒരു ഇതുണ്ട്. എന്റെ മോൻ രാവിലെ തന്നെ ചൂടുവെള്ളം കുടിക്കും. രാവിലെ തന്നെ പോവാറുണ്ട്. അത് കഴിഞ്ഞിട്ട് അവര് ഇച്ചിരി പോവുള്ളൂ. രാവിലെ ഞാൻ പനിക്കൂർക്കട്ട വെള്ളം കൊടുക്കാറ്, ഇത്തിരി മഞ്ഞപ്പൊടി ഇട്ടിട്ട്. അവര് നേരത്തോടെ എണീക്കും, 5:30 എണീക്കും. അപ്പൊ അത് കുടിച്ച് കുറച്ച് കഴിഞ്ഞ് ബാത്റൂമിലൊക്കെ പോയി കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് മദ്രസയിൽ പോണല്ലോ. മദ്രസയിൽ പോയി വന്നപ്പോ, കാരണം ഫുഡ് വരുന്നതന്നെ വിശന്നിട്ടാ വരാ. ഉമ്മി വിശക്കണെന്ന് പറഞ്ഞിട്ടാ വരാ. കാരണം രാവിലെ തന്നെ ബാത്റൂമിൽ പോയിട്ടാണല്ലോ പോണത് കുളിച്ചിട്ട്. അപ്പൊ അത് കാരണം അതൊക്കെ കറക്റ്റ് ആണ്. എന്റെ മോൻ രാവിലെ എപ്പോഴും ബാത്റൂം പോയി ബ്രഷ് ചെയ്തിട്ട് ബാക്കിയെല്ലാം ചെയ്യുന്നത്.
ഓക്കെ. ആ ശീലായി, നമ്മൾ ചെറുതിലെ ശീലാക്കി, അത് ശീലായിട്ട് വന്നു ഇപ്പൊ. രാവിലെ പോണ മതി. പിന്നെ നമുക്ക് ചിന്തിക്കണ്ടല്ലോ, സ്കൂളിൽ എത്തിയിട്ട് പിന്നെ എങ്ങനെയാണാവോ ഇപ്പൊ വന്നാൽ എന്താ ചെയ്യാന്ന് നമുക്ക് പേടിക്കണ്ടല്ലോ. അപ്പൊ ചെറുതിലേ ശീലാക്കിയത്. പിന്നെ ഉണ്ടല്ലോ മിസ്സേ, ഈ കറക്റ്റ് ടൈമിൽ കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ, നല്ല കറക്റ്റ് പ്രൊപ്പോർഷൻ ആണെന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം തന്നെ ഒരു പ്രശ്നമില്ലാണ്ട് അവർക്ക് പോവാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഒരു 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പറയുന്നത് അധികം കട്ടിയുള്ള ഭക്ഷണങ്ങൾ കൊടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലതെന്ന് പറയുന്നത്. കാരണം അത് മോഷൻ പോകാനായിട്ട് അവർക്ക് ഇത്തിരി പാടാണ്. അപ്പം അതിനനുസരിച്ച് വെള്ളം കുടിക്കണം. ഈ പ്രായത്തിലുള്ള കുട്ടികളൊന്നും അധികം വെള്ളം കുടിക്കത്തില്ലല്ലോ. അപ്പൊ അടുത്ത ദിവസം ഇങ്ങനെ ബാത്റൂമിൽ പോകാനായിട്ട് അവർക്ക് ഇത്തിരി വിഷമമാണ്. അതൊക്കെ ഒരു റീസൺ ആയിട്ട് വേണമെങ്കിൽ പറയാം. അതെ അതെ, രമ്യ പറഞ്ഞ പോലെ ശരിയാണ്. കട്ടിയുള്ള ഭക്ഷണങ്ങൾ ഇപ്പൊ തലേ ദിവസം നമ്മൾ പൊറോട്ട, ചിക്കൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിച്ചു, വളരെ ഹെവി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് കഴിച്ചു എന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്തിട്ടുണ്ടാകും. പൊറോട്ട കഴിക്കുന്ന ദിവസം നിങ്ങൾ രാത്രി ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കാറുണ്ടോ? ആരെങ്കിലും പൊറോട്ടയോ ചപ്പാത്തിയോ ചപ്പാത്തി കഴിച്ചില്ല. ഇങ്ങനെയുള്ള വെള്ളം ആവശ്യമാണെന്ന് തോന്നുമ്പോഴാണ് ആ ഒരു ഫീലിംഗ് വരിക നമുക്ക്. അതുപോലെ നമ്മുടെ വായുണ്ടല്ലോ, അത് ഭയങ്കരമായിട്ട് വറ്റി ഇതാവുന്നത് പോലെ തോന്നും. അപ്പോ ആ സമയത്തൊക്കെ നമ്മൾ വെള്ളം കുടിക്കണം. അതായത് നമ്മുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ നടക്കുന്നതിന് വേണ്ടിയിട്ട് വെള്ളം ആവശ്യമാണെന്ന് ശരീരം തരുന്ന സൂചനയാണ് ആ വായ വറ്റുന്നതൊക്കെ. ഓക്കെ, ഇപ്പൊ ആ ഒരു സമയത്തൊക്കെ നിർബന്ധമായിട്ട് എവിടെ ഇരിക്കുവാണെങ്കിലും എവിടെ നിൽക്കുവാണെങ്കിലും ഉടനെ തന്നെ ഒന്ന് വെള്ളം കുടിക്കുക എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമാണ്. ഈ പൊറോട്ട ആണെങ്കിലും ചപ്പാത്തി ആണെങ്കിലും ഇപ്പം മൈദ കൊണ്ടും ഉണ്ടാക്കുന്നുണ്ട്, ഗോതമ്പ് കൊണ്ടും ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഇത് സ്വതവേ നമ്മളിങ്ങനെ കുഴച്ചെടുക്കുമ്പോൾ തന്നെ വെള്ളം നന്നായിട്ട് വലിച്ചെടുക്കുന്ന ടൈപ്പിലുള്ളതാണ്. അപ്പൊ അകത്തേക്ക് പോകുമ്പോഴത്തേക്കും നമ്മുടെ ശരീരത്തിലുള്ള വെള്ളം മൊത്തം അത് വലിച്ചെടുക്കുമ്പോഴത്തേക്കും ആവശ്യത്തിനുള്ള എന്താണ് വെള്ളം വേണമെന്ന് നമ്മുടെ ബോഡി തന്നെ ഇൻഡിക്കേഷൻ തരുവാണ്. അതെ, കറക്റ്റ് ആണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ, വെള്ളം നല്ല രീതിയിൽ കുടിക്കുക. പിന്നെ വാട്ടർ കണ്ടന്റ് ഉള്ള ഫുഡ് ഐറ്റംസ്, ഇപ്പൊ കുക്കുംബർ പോലുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ നന്നായിട്ട് കഴിക്കുക. അധികം വിലയൊന്നും ഇല്ലല്ലോ, അപ്പൊ അതൊക്കെ കുറച്ച് സ്റ്റോക്ക് ചെയ്ത് വെക്കുക. ഈ വറവരി ഐറ്റംസ് ഒക്കെ തിന്നുന്നതിന് പകരം അത് സ്ലൈസ് ചെയ്തിട്ട് നന്നായിട്ട് കഴിക്കുക. അത് നല്ലതാണ്. അത് ഞാൻ സാൻഡ്വിച്ചിലിട്ട് കൊടുക്കും മിസ്. സാൻഡ്വിച്ച് പോലെ അങ്ങനെ കഴിക്കും. അതറിയുന്നില്ല. ക്യാബേജ്, പച്ച ക്യാബേജ്, ക്യാരറ്റ്, പിന്നെ കുക്കുംബർ, ഇതൊക്കെ സാൻഡ്വിച്ചിലിട്ട് കൊടുത്താൽ നന്നായിട്ട് മക്കള് സ്കൂളിലേക്കും കൊണ്ടുപോകണ്ട. ലഞ്ചിന്റെ കൂടെ ഇതുപോലെ കുക്കമ്പർ അല്ലെങ്കിൽ ക്യാരറ്റ് നിർബന്ധമാണ്. അതെന്തായാലും കൊണ്ടുപോകും. ഇഷ്ടമാണ് അതൊക്കെ കഴിക്കാൻ. ഫ്രൂട്ട്സ് അല്ലെങ്കിൽ വെജിറ്റബിൾസ് അങ്ങനെയൊക്കെ കഴിക്കാൻ ഇഷ്ടമാണ്. പക്ഷെ ഉപ്പേരി അങ്ങനെ വെച്ചാല് കഴിക്കൂല കേട്ടാ വെജിറ്റബിൾസ്. ഇതുപോലെ കുക്കമ്പറും ക്യാരറ്റും മാത്രം അങ്ങനെ കഴിച്ചു. പിന്നെ ഒരു വെള്ളമുണ്ട്, അത് നമ്മൾ തലേ ദിവസം, നിങ്ങൾക്ക് ചിലപ്പോൾ അറിയുന്നുണ്ടായിരിക്കും, തലേ ദിവസം ഒരു കുപ്പി വെള്ളം എടുത്ത് വെക്കുക, എന്നിട്ട് 2 സ്ലൈസ് കുക്കുംബർ ഇടുക, ഒരു കഷ്ണം ഇഞ്ചി ഇട്ട് വെക്കുക. അതൊക്കെ അറിയാലോ? ഓക്കെ, അതെ, ഡീടോക്സ് ഫാക്ടർ. ഓക്കെ. അതുപോലെ തന്നെ ഒരു കഷ്ണം ഇട്ട് വെച്ചിട്ട് പിറ്റേ ദിവസം വെള്ളം കുടിക്കുക. അതൊക്കെ നല്ലതാണ്. വെള്ളത്തിന്റെ പേരൊന്നും കൂടി പറയോ? പ്യൂർ വാട്ടർ. ഡീടോക്സ് വാട്ടർ. വെള്ളത്തിലാണെങ്കിൽ ഒന്നും കൂടെ നല്ലത്. നല്ല ക്യൂക്കമ്പർ സ്ലൈസസും ലെമൺ സ്ലൈസസും ഒക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് വെച്ചിട്ട് അത് കുടിക്കുകയാണെങ്കിൽ നല്ലതാണ്. കുറച്ച് നല്ലതാണ്. നമ്മുടെ ടോക്സിൻസ് ഒക്കെ രാവിലെ തന്നെ വെറും വയറ്റിൽ കുടിക്കുക. ടോക്സിൻസ് ഒക്കെ റിമൂവ് ആവും, സ്കിന്നൊക്കെ ഗ്ലോ ആവുന്നത് കാണാനായിട്ട് സാധിക്കും. അതെ മിസ്. അധികം ചെലവുള്ള കാര്യമൊന്നും അല്ല കേട്ടോ. ആപ്പിളൊക്കെ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഉള്ള സാധനങ്ങൾ മാത്രം ഇട്ടാൽ മതി കേട്ടോ. ഉണ്ടെങ്കിൽ നല്ലതാണ്. ഓക്കെ, കയ്യിലുള്ള ഇടുന്നത് നല്ലതാണ്. പിള്ളേർക്ക് ചെറിയൊരു വ്യത്യാസം വന്നാൽ അറിയാൻ പറ്റും മിസ്. ചെറിയൊരു വെള്ളത്തിന് വ്യത്യാസം വന്നാ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുമോ ഈ ഡീടോക്സ് വാട്ടർ? വീട്ടിലുണ്ടാക്കാൻ പറ്റുമോ ഡീടോക്സ് വാട്ടർ? ഞാൻ പറഞ്ഞിട്ട്
തലേ ദിവസം ഒരു കുപ്പി വെള്ളം എടുത്തിട്ട് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അതിനകത്ത് ഇട്ട് വെച്ചിട്ടൊന്ന് ഷേക്ക് ചെയ്ത് വെച്ചാൽ മതി. പിറ്റേ ദിവസം ആകുമ്പോ അതിന്റെ സത്തൊക്കെ ആ വെള്ളത്തിലോട്ട് ഇറങ്ങും. എന്നിട്ട് നമുക്കത് കുടിക്കാവുന്നതാണ്. എന്തൊക്കെ ഇടണം അതില്? അത് 2 സ്ലൈസ് ഇടാം, ഒരു കഷ്ണം ഇഞ്ചി ഇടാം, ചെറിയ സൈസ് നാരങ്ങ ഇടാം, പിന്നെ ആപ്പിൾ ഒരു സ്ലൈസ് ഇടാം. ഇതല്ലോ ചെറുതായിട്ട് വേണമെങ്കിൽ മിന്റ് ലീവ്സ് ഒക്കെ ഒരു ഫ്ലേവറിന് വേണമെങ്കിൽ ആഡ് ചെയ്യാം. മിന്റ് നല്ലതാണ്. മിന്റ് ഓക്കെ. അപ്പൊ ഇതൊക്കെ ആഡ് ചെയ്തിട്ട് ഓക്കെ. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? സമയം അനുമോളെ സൈൻ ഔട്ട്. ഞാനാണ് സൈൻ ഔട്ട്. ഇന്ന് മിസ് പ്രധാനമായിട്ട് എടുത്തത് ഫുഡ് ആൻഡ് ന്യൂട്രീഷണൽ നീഡ്സിനെ കുറിച്ചാണ്. നമുക്ക് പ്രധാനമായിട്ട് പറഞ്ഞു തന്നത് 0 മുതൽ 3 ഇയേഴ്സ് പോലെ തന്നെ 3 to 6 ഇയേഴ്സ് കുട്ടികളുടെ ന്യൂട്രീഷണൽ നീഡ്സ് ഈക്വൽ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. 3 to 6 ഇയേഴ്സ് പ്രായമുള്ള കുട്ടികൾ കൂടുതലും പാക്കറ്റ് ഫുഡ്സിനെയാണ് ആശ്രയിക്കുന്നത്. അത് നല്ലതല്ല. ന്യൂട്രീഷണൽ കണ്ടന്റ്സ് പ്രോപ്പർ ആയിട്ടുള്ള കുട്ടികൾ കാണിക്കുന്ന സിംറ്റംസ് എന്തെന്ന് വെച്ചാൽ ഹൈറ്റിനും ഏജിനും അനുസരിച്ചുള്ള വെയിറ്റ് ഉണ്ടായിരിക്കും, ആക്റ്റീവ് ആൻഡ് ക്യൂരിയസ് ആയിരിക്കും, രാത്രിയിൽ നന്നായി ഉറക്കം കിട്ടും, കുട്ടികളിൽ കോൺസെൻട്രേഷൻ പവർ കൂടുതലായിരിക്കും, ഡൈജഷൻ പ്രോപ്പർ ആയിട്ട് നടന്ന് മലമൂത്ര വിസർജനം ഒക്കെ നന്നായിട്ട് നടക്കും, കണ്ണുകൾ തിളക്കമുള്ളതും വ്യക്തവും ക്ലിയറുമായിരിക്കും, അവരുടെ മുടി ഷൈനി ഹെയർ ആയിരിക്കും, പിന്നെ ടീത്ത് വെളുത്തതും വൃത്തിയുള്ളതുമായിരിക്കും, സ്കിന്ന് എന്ന് പറയുന്നത് മിനുസവും നനുത്തതുമായിരിക്കും, അവരുടെ മോണ പിങ്ക് കളറിലും ആയിരിക്കും. നമ്മുടെ ശരീരത്തിലെ കോശങ്ങളാണ് നമ്മുടെ ന്യൂട്രീഷൻസ് ഒരു ഭാഗത്തു നിന്ന് മറ്റൊരു ഭാഗത്തിലേക്ക് എത്തിക്കുന്നത്. ന്യൂട്രീഷൻ കുറഞ്ഞാലും കൂടിയാലും ഫിസിക്കലായിട്ടും മെന്റലായിട്ടും നമുക്ക് ഒരുപാട് രോഗങ്ങളും വരാനും അതുപോലെ തന്നെ ഒരു പേഴ്സൺ ഡെത്തിന് വരെ കാരണമാകുന്നുണ്ടെന്ന് ഇതിലൂടെ നമ്മൾ പഠിച്ചു. ഇതാണ് ഇന്നത്തെ ക്ലാസ്സിന്റെ ഒരു മൊത്തത്തിലുള്ള അവലോകനം. താങ്ക് യു മിസ് for your wonderful class and thank you friends today's class. Thank you. Thank you. Thank you, ma'am. Thank you, ma'am.